അമേരിക്ക എല്ലാവരും കാലുകൊണ്ട് തൊഴിക്കും. അതുകൊണ്ട് ട്രംപ് കിടന്ന് നിലവിളിക്കുന്നു. ഇനി അവൻ പാകിസ്ഥാനെ അടിക്കും. ഒക്ടോബർ 7 അവനെ അടിച്ച സകല രാജ്യങ്ങളെ അടിക്കും. അത് നിങ്ങൾ കാണാൻ പോകുന്ന ഒരു സർവ്വമത പ്രാർത്ഥനാ കേന്ദ്രം വരുന്നു ആലുവ ശിവഗിരി മഠത്തിനകത്ത്. അമേരിക്കയുടെ വിഷയം വരാം. അമേരിക്കയിൽ എല്ലാവരും കേൾക്കണം. 1991 എല്ലാവരും കേട്ടാട്ട്. അമേരിക്കയിൽ പ്രസിഡന്റ് ആയപ്പോൾ രണ്ടാമതൊരു കാര്യം ചെയ്തു. എന്താ ചെയ്തതെന്നറിയാമോ? ഉള്ളത്തിൽ ഉരുവാകുന്ന കുഞ്ഞുങ്ങളെ അബോർഷൻ ചെയ്യാൻ ലൈസൻസ്. 75 ലക്ഷം കുഞ്ഞുങ്ങളെ കൊന്ന ലോകരാഷ്ട്രമാ അമേരിക്ക. കാന്തന്റെ വരവിന്റെ ലക്ഷണങ്ങൾ ഇതിനെ ബേസ് ചെയ്താ പ്രഭാഷണം പോകുന്നത്. മത്തായി 24, 32, 33, 34, 35 ബൈബിൾ കൂടെ വായിക്കത്തില്ല. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവനെടുക്ക വാതിൽക്കൽ ഒരുവന്റെ കയ്യിൽ ഭരണം. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ അറിയത്തില്ല. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുജകുമാരന്റെ വരവിൽ, ലോത്തിൻ കാലത്ത് സംഭവിച്ചതുപോലെ മനുജകുമാരന്റെ വരവിൽ. നാടൻ മലയാളം യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ 6 ലക്ഷണങ്ങൾ. 1 യഹൂദ ലക്ഷണം, 2 എതിർ ക്രിസ്തുവിന്റെ ലക്ഷണം, 3 പ്രപഞ്ചത്തിലെ മാറ്റം, 4 ഏകലോക മതം, 5 നോഹയുടെ കാലം, 6 ലോത്തിന്റെ കാലം. 2 കാര്യങ്ങൾ ഇന്ന് രാത്രി, ബാക്കി നാളെ. വൺ മോർ ടൈം റിവൈസ്. കാന്തന്റെ വരവിന്റെ 6 ചാലുകൾ. 1 യഹൂദ ലക്ഷണം, 2 എതിർ ക്രിസ്തുവിന്റെ ലക്ഷണം, 3 പ്രപഞ്ചത്തിലെ മാറ്റങ്ങൾ, 4 ഒരു ഏകലമ ലോകമതം എഴുന്നേറ്റ് വരും, 5 നോഹയുടെ കാലത്തെ പോലെ യെല്ലോയും മാംഗോയും പൈനാപ്പിളും ഓറഞ്ചും ഇവിടെ ഇറങ്ങി വരും, 6 ലോത്തിന്റെ കാലത്ത് തീ പോലെ തീയിറങ്ങുന്ന ഒരു കാലം. അതിനാസ്പദമായി ഇന്ന് രാത്രി ഒരുവനെ കാത്തിരിക്കുന്നു. ഇവിടെയാണ് ശ്രദ്ധ. 1914 മുതൽ 19 വരെ 1-ാം ലോക മഹായുദ്ധം പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. ഒരുവൻ ഭരണത്തിൽ വന്നു, അവന്റെ പേര് ലീഗ് ഓഫ് നേഷൻ, സർവ്വരാഷ്ട്ര സംഘടന, ലോകരാജ്യങ്ങൾ ഒരു കുടക്കീഴിൽ. 1939 മുതൽ 45 വരെ 2-ാം ലോക മഹായുദ്ധം. അന്ന് ഒരു സംഘടന വന്നു, യുണൈറ്റഡ് നേഷൻസ്. ഇന്നുമുണ്ട് അന്തോണീസ് കുട്രാസ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇസ്രായേൽ 1948 മെയ് 14 യഹൂദൻ സ്വതന്ത്രമായി. 2028 ആകുമ്പോൾ 80 വർഷം തികയാൻ പോകുന്നു. ഇന്ന് രാത്രി കോട്ടുകോണത്ത് ഈ ഗ്രൗണ്ടിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ 7 രാഷ്ട്രങ്ങളുമായിട്ട് അവൻ അടിയുണ്ടാക്കുന്നു. 1 ഹമാസ്, 2 ഹിസ്ബുള്ള, 3 സിറിയ, 4 യമൻ, 5 ടർക്കി, 6 ഖത്തർ. ഇനി അവൻ പാകിസ്ഥാനെ അടിക്കും. ഒക്ടോബർ 7 അവനെ അടിച്ച സകല രാജ്യങ്ങളെ അടിക്കും. അതാ ആമോസ് 2:5 ഞാൻ യെരുശലേമിനകത്ത് ഒരു തീ അയക്കും, യഹൂദയുടെ അരമനകളെ ദഹിപ്പിച്ച് കളയും. ഈ 2 സംഭവം വരാൻ പോകുന്ന 3-ാം ലോകമഹായുദ്ധം. അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പിൻ, അതിന്റെ കൊമ്പിളതാ ഇല തളിർക്കുമ്പോൾ. ഓൺ ഗോയിങ് ദ പാനിക് സിറ്റുവേഷൻ ആഫ്റ്റർ ദ കോവിഡ്. ഇസ്രായേൽ ഈസ് സ്ട്രൈക്കിംഗ് 223 October 7. റണ്ണിംഗ് യുവർ മീഡിയ, റണ്ണിംഗ് യുവർ ന്യൂസ് പേപ്പർ. ദ 7 countries ടാർഗറ്റഡ് ബൈ ഇസ്രായേൽ. നമ്പർ 1 ഹമാസ്, number 2 Hezbollah, number 3 Syria, number 4 Yemen, number 5 Turkey, number 6 Iran. That's the 7th one. ഈ കൺവെൻഷൻ പോസ്റ്റ് അടിക്കുമ്പോൾ പാസ്റ്റർ കണ്ടു ഖത്തറിന്റെ മേളിലും. കഴിഞ്ഞ ദിവസം ഇവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹമാസ് എവിടെ ലോകത്തിൽ എവിടെ ഇരുന്നാലും, ഇനി ഇന്ത്യ ഇരുന്നാലും ഞങ്ങൾ തീർക്കും, മതിലുകളില്ല. അങ്ങനെയെങ്കിൽ വരാൻ പോകുന്നു ഇതിന്റെ പിൻപിൽ 3-ാം ലോക മഹായുദ്ധം. എന്താ വെച്ചാൽ ഒരുവൻ ലോകത്തിന് സമാധാനത്തിൽ ഭരണം കൊണ്ടുവരണം. ഇവിടം തൊട്ട് ചിന്ത. ഇതിനാസ്പദമായി 2024 G20 ഉച്ചകോടി, GST ബേസിൽ ലോകരാജ്യങ്ങളെ വിളിച്ചുകൊണ്ട് വാണിജ്യത്തിന്റെ ആവശ്യത്തിന് വേണ്ടി തമിഴ്നാട്ടുകാരി നിർമ്മല സീതാരാമൻ, അരുമയാന മിനിസ്റ്റർ, അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരുവൻ ലോകം ഭരിച്ചാൽ നന്നേ. ബാക്കി 2025 നമ്മുടെ പ്രിയ പ്രധാനമന്ത്രി മോഡി സാർ അബുദാബിയിൽ ഒരു അമ്പലം ഉദ്ഘാടനം ചെയ്തു. 7000 കോടി അബുദാബിയിൽ അമ്പലം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ചാനലുകാർ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന്, മോഡിജി ഇതറാക്കിയ കച്ച ബാത്ത് ബതാനാ ചായി. അബുദാബിയിൽ വന്നൊരു നല്ല കാര്യം. മോഡി സാർ പറഞ്ഞ വീട് കാറല്ല, ബായോ ബഗനോ ഇസി തരം സെ സുന്ന ജായത് അപ്പനാ ദുനിയ ശാന്തി സമാധാൻ ബർക്കത്ത് മിൽനെ കെ ലിയെ ഏക് ആദ്മി കുർസി മേ ബൈഠേഗാ തോ അച്ഛാ ഹൈ. ലോകത്തിന് സമാധാനം കിട്ടാൻ ഒരുവൻ കസേര ഇരിക്കണത്. 2024 ഏറ്റവും നിർണായകമായി ബ്രിക്സ് ഉച്ചകോടി. ആരൊക്കെയായിരുന്നു? ലോകരാജ്യങ്ങൾ. റഷ്യയിൽ 3 ചേട്ടന്മാർ കരമുയർത്തി. 1 ആരാ? റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. 2 ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്, കൊറിയയുടെ കിങ് ജോങ്, എബരാം മാഗോഗ് അഥവാ ഇസ്രായേലിനെതിരെ എഴുന്നേറ്റ് വരുന്നു. ആ സമയത്ത് മോഡി സാറും കരമുയർത്തിയിട്ട് പറഞ്ഞു, ഒരുവന്റെ കയ്യിൽ ലോകം കൊടുക്കുക. അന്നത്തെ ആദ്യത്തെ ടോർപ്പിഡ് അമേരിക്കക്കെതിരെ അവന്മാർ വെച്ചു. അത് അമേരിക്കയ്ക്ക് ഇന്ത്യയുമായിട്ടുള്ള വിരോധം. എന്താ പറഞ്ഞെന്നറിയോ? എണ്ണ വില, ക്രിപ്റ്റോ കറൻസി, ഗൂഗിൾ പേ അടിക്കുന്ന പോലെ ആക്കാൻ ഡോളർ ഇടപാട്
വെളിപ്പാട് അവസാനിപ്പിക്കാം. അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ കാര്യം കട്ടപ്പോക. അന്ന് തൊട്ടാ ട്രംപുമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. 2024 ഡിസംബർ നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ, ആലുവ നമ്മുടെ ശിവഗിരി മഠാധിപതി, നമ്മുടെ പാണക്കാട് ഹൈദരലി ശിഹാബ്, ഇവരെല്ലാം വത്തിക്കാനിൽ പോയി. അവിടെ ചെന്നിട്ട് അവർ പറഞ്ഞ ഒരു നല്ല കാര്യമുണ്ട്: ഒരുവന്റെ കയ്യിൽ ലോകം കൊടുക്കാം. നിങ്ങൾ കാണാൻ പോകുന്ന ഒരു സർവമത പ്രാർത്ഥനാ കേന്ദ്രം വരുന്നു ആലുവ ശിവഗിരി മഠത്തിനകത്ത്. 2025 കേൾക്കണം, ജനുവരി മാസം 25-ാം തീയതി സ്വിറ്റ്സർലൻഡിൽ ഒരു കോൺഫറൻസ്. 125 രാജ്യങ്ങൾ പങ്കെടുത്തു. ഒരു ഗവൺമെന്റ്, ഒരു പാസ്പോർട്ട്, ഒരു കമ്പ്യൂട്ടർ, ഒരു ടിക്കറ്റ്. അതിന് മലയാള മനോരമ എഴുതി അതിരുകളില്ലാത്ത ലോകം. അത് കേട്ട ഉടനെ 6 രാജ്യങ്ങൾ പറഞ്ഞു ഒറ്റ വിസയിൽ പോകാം. സൗദി, UAE, ഖത്തർ, കുവൈറ്റ്, ബഹറിൻ, മസ്കറ്റ്. ഇവര് പറഞ്ഞു ചേട്ടാനിയ ഒരു വിസയുണ്ടെങ്കിൽ 6 രാജ്യത്തേക്ക്. മലയാളം പത്രം വായിച്ചവർക്കായി. അങ്ങനെയെങ്കിൽ ഒരു ഗവൺമെന്റ്, ഒരു വിസ, ഒരു പാസ്പോർട്ട്, ഒരു മൈക്രോ ചിപ്പ്. ലോകം ഒരുവന്റെ കയ്യിലേക്ക് വരുമോ? ഈ 3-ാം ലോക മഹായുദ്ധം കഴിഞ്ഞാൽ യഹൂദന് വേണ്ടി ഒരുവൻ എഴുന്നേറ്റ് വരും. എതിർക്കശു വായിക്കുന്നു ബൈബിൾ കൂടെ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-2 വാക്യങ്ങൾ. മോൻ വായിച്ച് സഹായിക്കണം, പടപടാ വായിക്കണം. വെളിപ്പാട് 13-1-2 വാക്യങ്ങൾ വായിച്ചട്ടെ. അപ്പോൾ 10 കൊമ്പും അവിടെ നിൽക്കട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കും എപ്പോൾ? ആഫ്റ്റർ ദ തേർഡ് വേൾഡ് വാർ. ഇസ്രയേലിന്റെ കാര്യം, ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന പോലെ ഈ സംഭവം. അത് ഞാൻ അന്തിമ യുദ്ധത്തിലേക്ക് വരാൻ പോവാ. ആഫ്റ്റർ ദ വേൾഡ് വാർ 10 കൊമ്പ്. ആരാ 10 കൊമ്പ്? എല്ലാവരും കേൾക്കണം. യൂറോപ്യൻ യൂണിയനാ 10 കൊമ്പ്. 2001 സോവിയറ്റ് യൂണിയൻ പോയി. സോവിയറ്റ് യൂണിയൻ പോയപ്പോൾ യൂറോപ്പ് വന്നു. 12 രാജ്യങ്ങൾ കോട്ടവകാശം. ബാക്കി എല്ലാവരും ചായ കുടിക്കാം. അങ്ങനെയെങ്കിൽ ഇന്ന് 30 രാജ്യങ്ങൾ. ഏതൊക്കെ? 12 രാജ്യങ്ങൾ: ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലാൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. 12-ൽ 1 ദൈവം വെട്ടി. കാരക്കോണത്തെ മത്സ്യമാമ മീൻ്റെ വാല് വെട്ടുന്നത് പോലെ. മനസ്സിലാകുന്നവർക്ക് ഇതാ കിടക്കുന്നു, ബ്രിട്ടനെ ദൈവം വെട്ടി. അതുകൊണ്ടില്ലേ പിള്ളേരെല്ലാം UK. മനസ്സിലാകുന്നവർക്കായി പാസ്റ്റർ പാറശാല ചെന്ന് അമ്മച്ചിയോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെവിടെ? അമ്മച്ചി പറഞ്ഞു, മൂത്തവൻ UK, രണ്ടാമത്തവൻ അയർലൻഡ്, കൊച്ചുമോള് മാൾട്ടാദ്വീപി. മനസ്സിലാകുന്നവർക്കായി. ഇപ്പൊ അമ്മച്ചി വേലക്കാരിയുണ്ട്. വേലക്കാടി ചാടാതിരിക്കാൻ നല്ലൊരു പാട്. വാഴ്ത്തി സ്തുതിച്ചിടും ഞാൻ എന്നെ ഓർത്ത ഈശനെ. മനസ്സിലാകുന്നവർക്കായി. കുഞ്ഞുങ്ങളെല്ലാം പോയില്ലേ? അവരെ കുറ്റം പറയണ്ട. ഇവിടെ നിന്നിട്ട് കാര്യമില്ല. 12-ൽ 1 പോയി. അതാ യൂറോപ്പ് 11. ഒന്നുകൂടെ പോയാൽ ആന്റി ക്രൈസ്റ്റ് വരും. അതിനു മുമ്പ് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച മക്കളെ ചേർക്കാൻ കാന്തൻ വരും. ആഫ്റ്റർ ദ തേർഡ് വേൾഡ് വാർ 10 കൊമ്പ്. വായിക്കാം. 7 ഭൂഖണ്ഡങ്ങൾ: ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. ഇന്റർനെറ്റ് വഴി ഒരുവൻ ഭരിക്കും. 7 തലയ്ക്ക് പ്രത്യേകം: ക്യാപിറ്റോളിൻ, പാലിറ്റേരിയൻ, അവൻഡൻ, കൊറിയൻ, വിമിനൽ, എസ്കലൻ, ജാനിക്കുലൻ. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനിരിക്കുന്ന സ്ഥലം വഴിയൊരുക്കും. ആന്റി ക്രൈസ്റ്റ് അദ്ദേഹമൊന്നുമില്ല. അടുത്ത വാക്ക് വായിച്ചട്ടെ. കൊമ്പുകളിൽ 10 രാജമുടി. പിണറായി ശിഹാബ് ഒറ്റയ്ക്കല്ല, ശിവൻകുട്ടി ചേട്ടനുണ്ട്. അത് കഴിഞ്ഞ് ബാഷവൻ ചേട്ടനുണ്ട്, വീണ ജോർജ് ഉണ്ട്. 10 രാജ്യങ്ങൾ വീണ്ടും യൂറോപ്പിനോട് ചേരും. അമേരിക്ക എല്ലാവരും കാലുകൊണ്ട് തൊഴിക്കും. അതുകൊണ്ട് ട്രംപ് കിടന്ന് നിലവിളിക്കുന്നത്. അടുത്ത വാക്ക് വായിക്കാം. തലയിൽ ദൂഷണനാമങ്ങൾ. എതിർക്കസു, തുമ്പുകെട്ടയിടയൻ, നാശയോഗ്യൻ, വരുമാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിന്റെ മർമ്മ. ഇതെല്ലാം ഒരുവന്റെ പേര്. അടുത്തത് ഉള്ളൊരു മൃഗം. സമുദ്രത്തിൽ നിന്ന് കയറുന്നത്. ഒരു ഭരണാധികാരി ജനത്തിന്റെ ഇടയിൽ നിന്ന് കയറും. പൂവാറിലെ സമുദ്രത്തിൽ നിന്നല്ല, ജനത്തിന്റെ ഇടയിൽ നിന്ന്. അടുത്തത് ഞാൻ കണ്ട മൃഗം. പുള്ളിപ്പുലിക്ക് സദൃശം. പുള്ളിപ്പുലിയാ ഇന്നത്തെ ഗ്രീസ്, ഒറ്റക്കൊമ്പൻ. അടുത്തത് അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെ. ഇന്നത്തെ ഇറാൻ, ദാര്യാവേശും കോരശും. അടുത്തത് വായ് സിംഹത്തിന്റെ വായ് പോലെയും. ഇറാഖ് തലയിട്ട് നടക്കുന്ന നായാട്ടുവീരന്മാർ, IS ഇതിന് പിന്തുണ കൊടുക്കും. അടുത്തത് അതിന് മഹാസർപ്പം, വലിയ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. മസിൽ പവർ, മണി പവർ, ക്രൗൺ പവർ. അതിന്റെ പേരാ ലോകം ഒരുവൻ ഭരിക്കും. അങ്ങനെയെങ്കിൽ ഈ മൃഗത്തെ ആര് കാണും? അതിനു മുമ്പ് ഇവിടുന്ന് ടിക്കറ്റ് മേടിച്ച് രക്ഷപ്പെട്ടോണം. വായിക്കാം. വെളിപ്പാട് പുസ്തകം 17:8-9 ബൈബിൾ കൂടെ. യോഹന്നാനെ, നീ കണ്ട മൃഗം. വായിക്കാം. വെളിപ്പാട് 17:8-9 വായിച്ചവനെ, നീ കണ്ട മൃഗം ഉണ്ടായിരുന്നത് റോമാ സാമ്രാജ്യം നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഇപ്പൊ ജനാധിപത്യ ഭരണം. അടുത്തത് ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി, ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം. വായിക്കാം. നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നവൻ. അടുത്ത വാക്ക് ബൈബിൾ ഉള്ളവരെല്ലാം എടുത്തോണം. അതിനായി കൂട്ടുകോണത്ത് കൺവെൻഷൻ വെച്ചേക്കുന്ന. വായിക്കാം. അടുത്ത വാക്ക് ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. മതി, അവിടെ നിൽക്കട്ടെ മോൻ. കണ്ടോ ഈ കുഞ്ഞു വായിച്ചത്? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഭൂവാസികൾ ഈ മൃഗത്തെ കാണും. അപ്പൊ ജീവപുസ്തകത്തിൽ പേരെഴുതിയവരെവിടെ പോവും? കരമുയരുന്നില്ലല്ലോ, കാന്തന്റെ വരവിലെടുക്കപ്പെടും.
അവർക്ക് വേണ്ടി ഇന്ന് രാത്രി ചില ടിക്കറ്റ് ഉണ്ട്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് അല്ല, ഇന്ന് രാത്രി രക്ഷയുടെ ടിക്കറ്റ് ഉള്ളവരെ ചേർക്കാൻ എൻ്റെ കാന്തൻ വരും. ഇതാ കൺവെൻഷൻ, അത് ബാക്കിയെല്ലാം ആന്റി ക്രൈസ്റ്റ്. അങ്ങനെയെങ്കിൽ ഈ മൃഗം എപ്പോൾ വരും? ദാനിയേൽ പ്രവചനം 8:23-24-25 ബൈബിൾ കൂടെ. പഴയ നിയമത്തിലെ വെളിപ്പാടാ ദാനിയേൽ. ബാബേലിനകത്ത് പ്രിയപുരുഷൻ ദാനിയേൽ 12 അധ്യായം. അത് കഴിഞ്ഞിട്ട് വിശുദ്ധ വെളിപ്പാടിനകത്ത് 27 പുസ്തകത്തിന്റെ അവസാന പുസ്തകം 22 യോഹന്നാൻ പത്മോസിൽ. അപ്പൊ പഴയ വെളിപ്പാട് 27ാമത്തെ പുസ്തകം ദാനിയേൽ എഴുതിയിട്ടുണ്ട്. ഒരുവൻ ഭരണത്തിൽ വരും. ദാനിയേൽ 8:23-24-25 ബൈബിൾ കൂടെ. അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് തുറന്നാട്ട ബൈബിൾ വായിക്കാൻ മോനെ. എന്നാൽ അവരുടെ രാജ്യത്തിന്റെ അന്ത്യകാലത്ത്, ഇന്നത്തെ ഭരണാധികാരികളുടെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ, കണ്ടില്ലേ പോലീസുകാരെല്ലാത്തിനായിട്ട് ചവിട്ടുന്നില്ല, ഇതെല്ലാം ജനങ്ങൾ ഇളകും. നേപ്പാളിലൊക്കെ കണ്ടില്ലയോ ജയൻ കൂട്ടായ്മ, വാട്സപ്പിനകത്ത് ജനം കൂടും, വെള്ളറടയിലും ഒക്കെ ജനം ഇളകുന്ന ഒരു കാലം വരും, അന്ത്യകാലം. അവരുടെ അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ വായിക്കാം, ഉഗ്രഭാവവും ഭയബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. ഒരുവന്റെ കയ്യിൽ ലോകഭരണം കൊടുക്കും. ലോകത്തിന് രക്ഷയില്ല. കേരളത്തിൽ തന്നെ ശമ്പളത്തിന്റെ പ്രശ്നം, അമേരിക്ക ടാക്സ്, റഷ്യ ഉക്രൈൻ അടി, ഇസ്രയേൽ ഇതാ നാട്ടുകാരെ എല്ലാം ഓടിച്ചിട്ട് അടിക്കുന്നു. ഇന്ന് ലോക നേതാക്കൾ പറയുന്നു ഒരച്ചായന്റെ കയ്യിൽ ഭരണം കൊടുക്കാം, അവൻ അടുക്ക വാതിൽക്കൽ കരമുയർത്തുന്നവർക്കായി കൊടുത്തേ പറ്റത്തോള്, മനസ്സിലാകുന്നവർക്കായി. അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ വായിക്കാൻ മോനെ, അവന്റെ അധികാരം വലുതായിരിക്കും. അതാ ഇന്റർനെറ്റ് കിക്കി കുക്കു, അതാ ഇന്ന് ലോകം മൊത്തവും വല, മനസ്സിലാകുന്നവർക്കായി. ഇന്ന് രാത്രി ലോകം ഒരു വലയിലേക്ക്, മലയാളത്തിന്റെ പ്രത്യേകത അറിയാം, കരക്കൊടുത്ത സിസിലി ചേച്ചി കിണറ്റിയിടുന്ന വലയല്ല, മനസ്സിലാകുന്നവർക്കായി. ഇന്ന് ലോകം മുഴുവൻ ഒരു വല വന്നു, ഇന്റർനെറ്റ് കണ്ടില്ലേ, എല്ലാവരും റാഞ്ചിക്കൊണ്ട് പോയിരിക്കുന്നു. അതിനാസ്പദമായി മൊബൈൽ ഫോണെല്ലാം മാറാൻ പോകുന്നത് സാറ്റലൈറ്റ് വഴി. കണ്ടില്ലേ, ലോകം മുഴുവൻ ഭരിക്കൂ. രണ്ട് അജി ബ്രദർ അവിടെ ഇരിക്കുന്നു, ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഇരിക്കുന്നു. അമേരിക്കയിൽ ഇരുന്ന് കാണാൻ കയറും വേണ്ട വയറും വേണ്ട, മനസ്സിലാകുന്നവർക്കായി. 110 രാജ്യങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മിനിറ്റ് കടമെടുത്ത് കോഴിക്കാനം ഏലപ്പാറ മലയുടെ മേളിൽ ABTയുടെ പ്ലാന്റേഷൻ ഞാൻ പ്രസംഗിക്കാൻ പോയി. ഒരു ചെറുപ്പക്കാരൻ പയ്യൻ നല്ലൊരു പെട്ടിയായിട്ട് വന്ന്, ഞാൻ പറയും ലണ്ടനിലും കണ്ടു പോകുന്നവനാണ് സ്വോത്രം, മനസ്സിലാകുന്നവർക്കായി. അവൻ വന്നിട്ട് പെട്ടി തുറന്ന് ഒരു ക്യാമറ, ഒരു ലാപ്ടോപ്പ്, ഒരു ചെകുത്താനെ കൊണ്ട് ഇതാ ഇവിടെ കുത്തിവെച്ചേക്കുന്നു, മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഞാൻ അവനോട് ചോദിച്ചു, ഇതെന്തോ പാസ്റ്റർ, ഇത് പുതിയ ടെക്നിക്കൽ ഡിവൈസ് വന്നു. അവൻ പറഞ്ഞ് റിലയൻസിന്റെ മോഡമാണ് ചെകുത്താൻ സ്വോത്രം. ഞാൻ ചോദിച്ചു, നിന്റെ പഴയ പടമെടുക്കുന്ന വണ്ടി എവിടെ? അതൊക്കെ എന്നേ വിറ്റ് കാശാക്കിയെന്ന്. കരമുയർത്തുന്നവർക്കായി. ഓബിവാനും വേണ്ട, ഒരു ബാനും വേണ്ട, ഒരു ചെകുത്താൻ, ഒരു വയറ്, ഒരു കയറ്, മനസ്സിലാകുന്നവർക്കായി. 110 രാജ്യങ്ങൾ. കുഞ്ഞമാമയ്ക്ക് സന്തോഷം, 2 അവൻ കൊണ്ടുപോയി. റിലയൻസും എലോൺ മസ്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് എയർടെല്ലും കൊണ്ടുപോയി. സന്തോഷമില്ലല്ലോ, മനസ്സിലാകുന്നവർക്കായി. ഇനി ഞാൻ ഇവിടെ വന്നില്ലെങ്കിൽ കോട്ടൂക്കാണുകാർക്ക് കേൾക്കാം, നിങ്ങളുടെ വീട്ടിൽ വരുന്ന കേബിൾ സന്തോഷമില്ലല്ലോ, ഏഷ്യാനെറ്റിന്റെ കേബിൾ വരുന്നുണ്ട്, കേരള വിഷന്റെ, ഇതെല്ലാം അറത്ത് നല്ല തുണി ഉണക്കാം, മനസ്സിലാകുന്നവർക്കായി. ചിലർക്ക് റബ്ബർ ഷീറ്റും വിരിക്കാം, കോട്ടൂക്കോണംകാരുടെ ഭാഷയെ പറഞ്ഞാൽ. ഇനി ഇതൊന്നും വേണ്ട. ചെകുത്താന്റെ 2 മുള്ള ടവറിൽ നിന്ന് കിട്ടും, മനസ്സിലാകുന്നവർക്കായി. 4 കുത്ത്, ഒന്ന് അച്ചായന്റെ ഇയർഫോൺ കയറ്റ, ഒന്ന് TV കയറ്റ, ഒന്ന് വൈഫൈ കയറ്റ, മനസ്സിലാകുന്നവർക്കായി. അതിന്റെ പേര് റിലയൻസിന്റെ മോഡ്. തെങ്ങേല മോഡമല്ല, പുതിയത് വന്നു, മനസ്സിലാകുന്നവർക്കായി. എല്ലാ അധികാരവും ഒരുവന്റെ കയ്യിൽ, മനസ്സിലാകുന്നവർക്കായി. അന്ത്യകാലം ഇവിടെ വരാൻ പോരുന്ന അവന്റെ അധികാരം വലുതായിരിക്കും. ഇന്റർനെറ്റ് ലോകത്തെ കാർന്ന് തിന്നുന്നു. ഇത് മാത്രമല്ല, ഇനി ഞാൻ ഇവിടെ വന്നില്ലെങ്കിൽ ഇന്ന് രാത്രി ഇനി ഇന്ത്യ എന്നെടുക്കുന്ന പോൺ സാറ്റലൈറ്റ് വഴി എവിടെ സംസാരിക്കാൻ, ടവർ വഴി. അമേരിക്കയെ കൊണ്ടുപോയാലും കിട്ടുക സാറ്റലൈറ്റ് ഫോൺ. വരാൻ പോകുന്നു സിം വേണ്ട, അതിവേഗ സാറ്റലൈറ്റ് ഫോൺ നെറ്റ്വർക്ക്, ഏറ്റവും വലിയ നെറ്റ്വർക്കുമായി എലോൺ മസ്ക് വരാൻ പോകുന്നു. അന്ത്യകാലം. ബാക്കി നാളെ ഞാൻ പറയാം. അടുത്ത വാക്ക് വായിച്ചോട്ട് മോനെ. സ്വന്തം ശക്തിയാലല്ല താനും അവൻ അതിശയമാമണ്ണം നാശം പ്രവർത്തിക്കും, കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും ചെയ്യും. മതി. ഇതാ വരുന്നു ഏകലോക ഭരണം. ന്യൂ വേൾഡ് ഓർഡർ ഒരു ഭാഗം. ഒരുവൻ വന്നാൽ, ഇവിടെ തൊട്ട് ചിന്ത ആരംഭിക്കുന്നു. ഒരുവൻ ലോകഭരണത്തിൽ വന്നാൽ എന്ത് ചെയ്യും? 1, അവൻ നിയമത്തെ കയ്യിലെടുക്കുക. ഹി വിൽ ടേക്ക് ഇറ്റ് ദ ലാൻഡ് ഓർഡർ. സമാധാനത്തോടെ. നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ മാറിയപ്പോഴോ ശ്രീമാൻ പിണറായി വിജയൻ വന്നത്, അതിന്റെ പോലീസ് അധികാരികളെ മാറ്റി, ഗവൺമെന്റിന്റെ പ്ലീഡർ മാറ്റി, DGPയെ മാറ്റി. അതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ കയ്യിൽ നിന്ന് ശ്രീ മോഡിജി അധികാരം വന്നത്, ഗവർണറെ മാറ്റി, വ്യോമസേന എല്ലാവരെയും മാറ്റി. അവൻ ആദ്യം നിയമത്തെ കയ്യിലെടുക്കുക. എവിടാ നിയമം? ഇവിടം തൊട്ട് പ്രഭാഷണം. 1-ാമത്തെ നിയമം ബൈബിളിൽ ഉൽപ്പത്തി 1. ആദിയിൽ ദൈവം ആകാശം ഭൂമി പാഴും ശൂന്യവും
കൂരിരുൾ ഭൂതലത്തിൽ വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. അങ്ങനെയെങ്കിൽ ദൈവം ഒന്നേ പ്രപഞ്ചം, രണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. അതാ എവിടെ മനുഷ്യനെ സൃഷ്ടിച്ചു? ഇവിടം കൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. എവിടെയാ മനുഷ്യനെ സൃഷ്ടിച്ചെന്നറിയാമോ? സൃഷ്ടിച്ചത് ഏദനിലല്ല, ഇറാഖിന്റെ വടക്കേറ്റ് ഒരു നദി ഒഴുകുന്നു, അതിന്റെ പേരാ യൂഫ്രട്ടീസ് ടൈഗ്രീസ്. അതിന്റെ അക്കരെ ഒരു മണ്ണുണ്ട്, എത്യോപ്യ. അവിടുന്ന് 6 ഘടകമെടുത്ത മനുഷ്യനെ സൃഷ്ടിച്ച സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശാസ്ത്രം. പിന്നെ മനുഷ്യനെ സൃഷ്ടിച്ച മണ്ണീന്നാണോ? തെറ്റ്. നിലത്തെ പൊടി. ബൈബിൾ എടുത്ത് നോട്ട് ചെയ്യണം. ഉൽപ്പത്തി 2:17 നിലത്തെ പൊടിയിൽ നിന്ന് ദൈവം മനുഷ്യനെ മെനഞ്ഞു. 2 പൊടി. പറഞ്ഞുതരാം. ഇയ്യോബ് 19:25 എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്ക്. ദാനിയേൽ 12:2 ദാനിയേലേ, കാലാന്തരത്തിൽ ഓഹരി പ്രാപിക്കേണ്ടതിന് നീ എഴുന്നേറ്റ് വാ കുഞ്ഞ്. നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കായും. സംഗീതം 90 വാസിക്കരുത്. അന്ത തമ്പി അഹരോൻ മരണത്തെ പാക്കരുത്. മോശ അരുമயான സംഗീതത്തെ കൊടുക്കരുത്. നീ അനാദിയായി ശാശ്വതമായി ഞങ്ങളുടെ ദൈവം. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേ. മർത്യനെ പൊടിയിലേക്ക് മടക്കി ചേരുമാറാക്കുന്ന ദൈവം. വായിച്ചവർക്കായി. അതിൻ്റെ താഴെ ഗുണപ്പെടാത്തൊരു വാക്യമുണ്ട്, അച്ഛന്മാർ പാസ്റ്റർമാർ വായിക്കത്തില്ല. ഞങ്ങളുടെ ആയുഷ്കാലം 70, ഏറെയായാൽ 50. എന്നെ പോലുള്ള പാസ്റ്റർമാരെ ഭാര്യയുടെ കൊടുക്കുക, എവിടെ പോയാലും പോട്ട് വേറെ ഞാൻ നോക്കിക്കോളാം. മനസ്സിലാക്കുന്നവർക്കായി. ഒറ്റ പാസ്റ്റർമാരും വായിക്കാത്ത സങ്കീർത്തനം, മരണം വീട്ടിൽ സൗകര്യമാർ മാത്രം വായിക്കുന്ന സങ്കീർത്തനം 90. അപ്പം നിലത്തെ പൊടിയിൽ നിന്ന്, മണ്ണിൽ നിന്ന് എന്താ മനുഷ്യനെ മെനയാത്ത? മണ്ണിനകത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ 97 എലമെന്റ്സ്. മണ്ണിനകത്ത് 97 മൂലകമുണ്ട്. അതിൽ നിന്ന് മനുഷ്യന് മെനയാൻ പറ്റത്തില്ല. ഈ റൂട്ട് വരും പെരുങ്കടവിള, ആലത്തൂർ, പടപ്പിത്തോട്ടം, ബാലിയോട്. സന്തോഷമില്ലല്ലോ അങ്ങനെ സ്ഥലങ്ങൾ കേട്ടവർക്കായി സ്തോത്രം. അവിടെ നല്ല പാറയുണ്ട്. പാറയിൽ ആദമനെ ഹവ്വ എന്ന് മടയാൻ പറ്റത്തില്ല. പാറ പൊടിഞ്ഞാൽ പൊടി കിട്ടും, പാറപ്പൊടി. ആ പൊടിയാ സാൻഡ്. അതിനകത്ത് 17 മൂലകമുണ്ട്. മണ്ണിനകത്തെ കട്ടി മൂലകം പൊറോക്സോൺ. അപ്പോൾ നിലത്തെ പൊടിയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം ആദമിനെ മെനഞ്ഞു. ഇവിടെ ഒരു ഭാഗം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താ? സിട്ടാവായ ദൈവം ആദമിൻ്റെ മൂക്കിനകത്ത് ജീവശ്വാസം ഊതിയപ്പോൾ ആദം ജീവനുള്ള ദേഹിയായി. ഇതാ ഞങ്ങളുടെ ദൈവം. കണ്ടു? സിട്ടാവായ ദൈവം നാസാരന്ധ്രങ്ങളിൽ കൂടി മൂക്കിനകത്തോട്ട് ശ്വാസം ഊതിയപ്പോൾ മമ്മേ, ആദ്യത്തെ വെന്റിലേറ്റർ ഉണ്ടാക്കിയത് കിംസ് അല്ല, ആദ്യത്തെ ICU ഉണ്ടാക്കിയത് നിംസ് അല്ല. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശ്വാസം ആദമന്റെ മൂക്കിനകത്ത് ഇറങ്ങിയപ്പോൾ അവന്റെ കാല് ചലിക്കാൻ തുടങ്ങി, തലമുടി അനങ്ങാൻ തുടങ്ങി, കിഡ്നിയുടെ ഫംഗ്ഷൻ ഓക്കെയായി, ഹാർട്ടിന്റെ ആർട്ടിക്കിളും വെൻട്രിക്കിളും ഹല്ലേലൂയ വർക്ക് ചെയ്യാൻ തുടങ്ങി, അവന്റെ ഇമ വെട്ടാൻ തുടങ്ങി. അതുകൊണ്ട് ഇന്ന് രാത്രി ചങ്കൂറ്റത്തോടെ, ധൈര്യത്തോടെ, വിശ്വാസത്തോടെ ഞങ്ങൾക്ക് കരമുയർത്താം. ആരാ ഞങ്ങളുടെ ദൈവം? കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റവനായി ഇന്ന് രാത്രി ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ട് കോട്ടുകോണത് വിശ്വാസത്തോടെ പറയാം, എൽ ശദ്ദായ്, സകലത്തിന് മതിയായ ദൈവം. ഇന്ന് രാത്രി നിന്റെ കിഡ്നിയുടെ കൗണ്ട് മാറ്റുക. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ അളവുകളെ മാറ്റുക, നിന്റെ ശ്വാസകോശത്തിന്റെ വിഷയങ്ങളെ മാറ്റുക, നിന്റെ തൈറോയിഡിനെ മാറ്റുക, നിന്റെ വേരിക്കോസിനെ മാറ്റുക. ഇന്ന് രാത്രി ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം വിശ്വസ്തൻ. പരിശുദ്ധാത്മാവിന്റെ കൃപ ഇന്ന് രാത്രി ഹല്ലേലൂയ എത്യോപ്യയുടെ മണ്ണിനകത്തിറങ്ങിയ ദൈവശക്തി ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് വ്യാപരിക്കട്ടെ. ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉളവാക്കുന്ന ശൂന്യതയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തുന്ന ദൈവത്തിന്റെ കാര്യം. സ്തോത്രം. ആദമിന് ഗാഠനിദ്ര വരുത്തി. ബാക്കി കേട്ടാട്ടെ. ആദമിന് ഗാഠനിദ്ര വരുത്തി ഒരു വാരിയല്ലൂരി. ഈ ഗാഠനിദ്ര കണ്ട ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ PSC കേട്ടറ്റ് ടീറ്ററ്റ് എഴുതിക്കോ. ആ ഗാഠനിദ്ര കണ്ടിട്ട് ആദ്യം ആരാ? ക്ലോറോഫോം ഉണ്ടാക്കി. ക്ലോറോഫോമിൻ്റെ ചേട്ടൻ്റെ പേരാ അനസ്തേഷ്യ. സന്തോഷമില്ലല്ലോ, അവറാച്ചാൻ തോമാച്ചാൻ. അനസ്തേഷ്യ ഉണ്ടാക്കിയത് ആരാന്നറിയാമോ? ജെയിംസ് സിംസൺ. കേട്ടോ? എഴുതിക്കോണം, PSCക്ക് വരും. PSC കോച്ച് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ എഴുതിക്കോണം. എൻ്റെ പേര് ഓർമ്മയില്ലല്ലോ, ഇത് എഴുതിക്കോ. ഡോക്ടർ ജെയിംസ് സിംസൺ അനസ്തേഷ്യ കണ്ടുപിടിച്ച്. അത് പറഞ്ഞപ്പോഴും സന്തോഷമില്ലല്ലോ. പണ്ട് കാരക്കോണം മെഡിക്കൽ കോളേജ് ആരംഭിച്ച സമയത്ത് ആരാ? കോട്ടുകോണത്തെ സോമൻ ചേട്ടൻ പല്ലെടുക്കാൻ പോകും. നല്ല ആരോഗ്യവാനായിരുന്നു, 85 കിലോ തൂക്കമുണ്ട്. മയങ്ങാൻ ഗുളികയും കൊടുക്കും, ഇതും കൊടുക്കും. സ്വോത്രം. ചേട്ടൻ മയങ്ങത്തില്ല. ഡോക്ടർ കാണാൻ അടുത്ത പല്ലും എടുക്കണം. കമ്പൗണ്ടറോടും സിസ്റ്ററോടും പറഞ്ഞു കൊടിൽ കൊണ്ടുപോകും. സ്വോത്രം. സോമൻ ചേട്ടൻ്റെ പല്ല് ഇപ്പോൾ ഊരിത്തരാന്ന് വാ പൊക്കാൻ പറഞ്ഞു. കമ്പൗണ്ടർ ഡോക്ടറോട് ഒറ്റ വലി, സിസ്റ്റർ പ്ലേറ്റ് കാണിച്ച് പല്ല് ചോര പഞ്ഞ് അന്തക്കാലം മുടിഞ്ചാച്ച് എന്ന് കരക്കോണത്ത് അരുമയാണ് പല്ലെടുക്കാൻ പോകുന്നത്. നല്ല ലേഡി ഡെന്റിസ്റ്റ്. അങ്ങ് സോമൻ ചേട്ടനെ ഇരുത്തത് നല്ലൊരു പാട്ട് ചെവിയിൽ, ഇയർഫോൺ, മേഘം പൂത്ത് തുടങ്ങി, മോഹം പൊയ്ത് തുടങ്ങി. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. ഈ ഊനിൻ്റെ മേലെ ഒരു കുഞ്ഞ് ഇഞ്ചക്ഷൻ. എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ പൂച്ച മാന്തുന്നുള്ളു. സ്വോത്രം. സോമൻ ചേട്ടൻ ഒറ്റ
മയക്കം. പല്ലൂരി സിസ്റ്റർ അവിടെ എല്ലാം പഞ്ഞിയും വെച്ച് ഒരു സ്റ്റിച്ച് വിട്ടിട്ട് സോമൻ ചേട്ടൻ്റെ അടുത്ത് പറയാം എഴുന്നേക്കാൻ. സോമൻ ചേട്ടൻ പറയാം പല്ല് പറിച്ചോന്ന് ഇരിക്കുന്ന ട്രേന്ന്. മനസ്സിലാകുന്നവർക്കായി ഇത് അനസ്തേഷ്യയുടെ ക്ലോറോപാമിൻ്റെ മൂത്ത ചേട്ട അനസ്തേഷ്യ. മനസ്സിലാകുന്നവർക്കായി ഇതാ ബൈബിളിൽ നിന്ന് ഗാഠനിദ്ര വഴി അനസ്തേഷ്യ മെഡിക്കൽ സയൻസ് കണ്ടുപിടിക്കുന്നത്. ആ ശാസ്ത്രജ്ഞൻ്റെ പേരാ ഡോക്ടർ ജെയിംസ് വിൽസൺ. ബാക്കിയൂടെ കേട്ടോ മക്കള്. അദ്ദേഹത്തിന് എന്തിൻ്റെ അവാർഡ് കിട്ടി? നോബൽ സമ്മാനം. അദ്ദേഹത്തെ കാണാൻ ചാനലുകാരിലെ പത്രപ്രവർത്തകർ ചെന്ന് സാറിന് നോബൽ സമ്മാനം കിട്ടി, കാല് വയ്യ, ശരീരം ക്ലേശമുണ്ട്, പ്രായമായി. അദ്ദേഹം പറഞ്ഞു നോബൽ സമ്മാനം കിട്ടിയതല്ല, എൻ്റെ യേശുവിനെ രക്ഷിതാവായി ഞാൻ സ്വീകരിച്ചതാ എൻ്റെ സന്തോഷം. സാധാരണ മനുഷ്യനല്ല, അവരെ കൊണ്ടുവന്നതാ ഏതൻ. പലരും പറയും ഏതല്ല സൃഷ്ടിച്ചെന്ന്. ഉൽപ്പത്തിയിൽ എഴുതിയിട്ടുണ്ട് അവരെ കൊണ്ടുവന്നതാ ഏതൻ. അടക്കി പാടുക, പെറ്റുപെരുക, സന്താനപുഷ്ടി ഉള്ളവരാകുക, നിത്യം ദൈവത്തെ ആരാധിക്കുക. അതുകൊണ്ടല്ലേ ആദ്യത്തെ കല്യാണം നടത്തിയ സ്വർഗത്തിലെ ദൈവം ഇങ്ക പക്കമേ ചർച്ച ഇരിക്കുന്നത്, കത്തലിക് ചർച്ച ഇരിക്കുന്നത്, മർത്തമായി ഇരിക്കുന്നത്, CSI ഇരിക്കുന്നത്. അങ്ക 2 പിള്ളേകൾ തിരുമണം അതായത് കല്യാണത്തിന് വേണ്ടി വരും. എല്ലാ പിള്ളേരെ അച്ഛൻ മേടെ കയറ്റുമോ? പെങ്കൊച്ചിനെ ചെറുക്കനെ അവിടെ നിർത്തും. കൊയർ ഇങ്ങനെ പാട്ട് പാടും. അച്ഛൻ മാലയും മോതിരവും ഒക്കെ എടുക്കും. എന്നിട്ട് ഇങ്ങനൊരു പാട്ട് പാടും. എൻ്റെ കയ്യാലല്ല വാനിൽ നിന്നൊരു മകുടം കർത്തൻ കയ്യാലത് വാഴ്ത്തി മണവാളന് നൽകി മണവാട്ടിക്കും കൊടുത്ത് വൈദിക ഷമ്മാശന്മാരെ അനുഗ്രഹിച്ചു. അന്നേരം ഈ മോൻ അവിടെ പാടും ഏതെന്തോട്ടം നട്ടോനെ നീയാ ഞങ്ങളുടെ മണവാളൻ. സന്തോഷമില്ലല്ലോ സ്വോത്രം. നമ്മൾ ശവക്കല്ലറ സെൽഫി എടുത്തുകൊണ്ടിരിക്കുക. മനസ്സിലാകുന്നവർക്ക് അച്ഛൻ അരുമயான പാടൽ ഏതെൻ്റെ പൂങ്കാവനത്തിൻ്റെ കഥ മനുഷ്യനെ ഒലിപ്പിച്ച ദൈവത്തിൻ്റെ കരത്താൽ. അത് കഴിഞ്ഞിട്ട് പെന്തിക്കോസുകാരുടെ കല്യാണം. മനസ്സിലാകുന്നവർക്കായി പാറശാല ഷീല കല്യാണ മണ്ഡപം. ഞാനടക്കം കല്യാണം നടത്തുന്ന ആൾക്കാർ ഒരു പെങ്കൊച്ചും ചെറുക്കനും വന്നു കഴിഞ്ഞാൽ ഉടനെ പിടിച്ച് കെട്ടിക്കോ. മനസ്സിലാകുന്നവർക്കായി ഇവിടെ ഒരു ഭാഗമുണ്ട്. ഒരു പെങ്കൊച്ചും ചെറുക്കനും വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ട് താഴെ ഇരുത്തും. എന്നിട്ട് പേര് വായിക്കും. ഇന്ന മകൾ ഇന്ന മകൻ വിവാഹ നിശ്ചയം കഴിഞ്ഞവർക്ക് മാത്രം വരാം. കരമുയർത്തുന്നവർക്കായി ഇവിടെ ഒരു നിയമമുണ്ട്. എല്ലാവർക്കും അക്കരെ നാട്ടി പോകാൻ പറ്റത്തില്ല. രക്ഷിതാവിനോട് വിവാഹത്തിന്റെ ആചാരം രക്ഷയിൽ കൂടിയ മാത്രമേ അക്കരെ നാട്ടി കൊണ്ടുപോകത്തുള്ളൂ. കരമുയർത്തുന്നവർക്കായി താഴെ ഏവർക്കും ഇരിക്കാം. പക്ഷെ പെങ്കൊച്ചും ചെറുക്കനും അകത്ത് വരണമെങ്കിൽ ദൈവദാസൻ കുറി വായിക്കും. ഈ കുഞ്ഞുങ്ങൾക്ക് വരാം. വന്ന ഉടനെ കല്യാണം നടക്കുമോ? പാറശാല ഷീല കല്യാണ മണ്ഡപത്തിൽ എല്ലാവരും കേൾക്കണം. അവർ 2 കൂട്ടര്. പെങ്കൊച്ചിൻ്റെ കൂട്ടത്തിൽ നിന്ന് ചിലപ്പോൾ ഒരു ദൈവദാസൻ, അത് കഴിഞ്ഞിട്ട് പയ്യൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു ദൈവദാസൻ. കുഞ്ഞുങ്ങൾ പാടും. ഞാൻ ആ കല്യാണം നടത്താൻ വിളിക്ക് വന്ന് ചെറുക്കനടുത്ത് ആദ്യം ചോദിക്കും, മോനെ നിന്റെ സമീപത്ത് നിൽക്കുന്ന ഈ പെൺകുട്ടിയെ ഭാര്യയായി സ്വീകരിപ്പാൻ നീ തയ്യാറാണോ? വചനപ്രകാരം ഓരോ ദിവസവും മുൻപോട്ട് ജീവിപ്പാൻ തയ്യാറാണോ? എല്ലാം ചോദിക്കും. പിന്നെ നിന്റെ മൊബൈലിൻ്റെ റേഞ്ച് ഇച്ചിരി കുറയ്ക്കാൻ പറയും. മനസ്സിലാകുന്നവർക്ക് ഇല്ലേ നമുക്ക് തലവേദനയാണ്. അവൻ സമ്മതമാണെന്ന് പറയുമ്പോൾ വീണ്ടും ഏതെൻ്റെ പൂങ്കാവനത്തിനകത്ത് മനുഷ്യനെ ഒരുമിച്ച സംയുക്ത കരത്താൽ നിങ്ങൾ ഒരുമിപ്പിക്കാമെന്ന് പൂർണ്ണ സമ്മതം. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് പെൺകുട്ടിയോട് എടുത്ത് വയ്ക്കും, നിന്റെ സമീപത്ത് നിൽക്കുന്ന പുരുഷനെ ഭർത്താവായി സ്വീകരിച്ച അബ്രഹാമിന് സാറേ ഇസഹാക്കിന് റബേക്കയെ യാക്കോബിന് റാഹേലിനെ കൊടുത്ത് കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച് ദൈവത്തിൻ്റെ കരത്താൽ നീ ഉത്തമ ഭർത്താവായി സ്വീകരിച്ച് കട്ടമെല്ലാം അനത്തി കൊടുക്കാൻ തയ്യാറാണോ? ചെവി കൂടെ പറയും. ഞങ്ങളെപ്പോലുള്ള ഭാഷമാർക്കും കുഴപ്പമുണ്ടാക്കരുത്. മനസ്സിലാക്കുന്നവർക്ക് ശ്രോത്രം. ഇത്രയും പറഞ്ഞതിന് ശേഷം അടുത്ത കാര്യം, കുഞ്ഞ് ബൈബിൾ വചനപ്രകാരം അബ്രഹാമിന് സാറ ഇസഹാക്കിന് റബേക്ക ആദമിന് കുടുംബത്തെ ഒരുമിച്ച കരത്താൽ ശ്രോത്രം. ഇത് അവർ ഓക്കെ പറയും. സദസ് കാണും. എന്നിട്ട് പെങ്കൊച്ചിൻ്റെ ചെറുക്കൻ്റെ കൈ പിടിക്കും. കല്യാണം അങ്ങനല്ല നടത്തുന്നത്. പിടിച്ചിട്ട് പറയും 6000 കൊല്ലങ്ങൾക്കും ഏതെൻ്റെ പൂങ്കാവനത്തിനകത്തിറങ്ങി വന്ന് ആദം ഹവ്വ ദമ്പതികളെ സംയോജിപ്പിച്ച ദൈവ കരത്താൽ ഈ കുഞ്ഞുങ്ങളുടെ ഉഭയസമ്മതം നടത്തി ഞങ്ങളൊരു പുതിയ കുടുംബത്തെ ആശീർവദിക്കുന്നു. കരമുയർത്തുന്നവർക്കായി. അന്നേരമല്ലേ കുഞ്ഞുങ്ങൾ പാടുന്ന ഇന്നീ മംഗല്യ ശോഭിപ്പാൻ കരുണ ചെയ്ത കർത്താവേ ഉത്തമ സ്ത്രീ. എവിടെ? ചിക്കൻകാലി ഇന്ന ഷീല കല്യാണ മണ്ഡപത്തേക്ക്. മനസ്സിലാകുന്നവർക്കായി. അതിൻ്റെ പുറകെ അടുത്ത പാട്ട് പുതിയ കുടുംബം വരുമ്പോൾ സോർപൂരമി കരാറിന്മേൽ. എവിടെ കേൾക്കാനാ? പെന്തിക്കോസുകാർ ഇതെല്ലാം പോയി സ്വോത്രം. ഈ ചുറ്റൂട്ട മാത്രം കണ്ടാൽ മതി. അപ്പൊ ആദ്യത്തെ കല്യാണം നടത്തിയ സ്വർഗത്തിലെ ദൈവം. അയ്യാ തായെ തകർപ്പര ഇന്ന് കണ്ടോ? വിവാഹമോ ഞങ്ങളില്ല അമേരിക്കക്കാർ. അമേരിക്ക തീരാൻ പോവാ. പക്ഷേ ട്രംപ് കരയാൻ തുടങ്ങിയല്ലോ. ട്രംപ് 5-6 കരയാൻ പോവാ. വിവാഹമോ ഞങ്ങളില്ല അമേരിക്കക്കാർ. അമേരിക്കയിലെ 51 സ്റ്റേറ്റിലും വിവാഹമില്ല ഇഷ്ടമുള്ളവർക്ക്. ഇതാണ്ട് മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നിർണായകം. അടുത്തത് കണ്ടോ? ഇതാണ്ട് ഒന്നിച്ച് താമസിക്കാൻ മലയാളി പെൺകുട്ടികൾ ഇതാ കിടക്കുന്നു. വടക്കൻ പരവുകാർ നമ്മുടെ ശരണ്യ ശ്രുതി നാടൻ മലയാളം കാരക്കോണം ഭാഷ പറഞ്ഞ ചോശാമയും ചിന്നമ്മയും കല്യാണം കഴിക്കുന്നു. സ്വോത്രം. അതിന് പേര് വിട്ട് ലെസ്ബിയൻ മാരേജ്. അടുത്തത് കണ്ടോ? പറഞ്ഞുതരാം. വിൻസെന്റും ബ്രൂണോയും. ഏറ്റവും നിർണായകമായ ലണ്ടനിലെ പള്ളിയിൽ ഒരു കാലത്ത് LMSന്റെ മിഷണറിമാർ, CSI, പാറശാല, തിരുവനന്തപുരം എല്ലാം വന്ന ഫ്രാൻസുകാരടക്കം ഇതാ കിടക്കുന്നു. 2 ചെറുപ്പക്കാർ ഒരുമിച്ച് കല്യാണം കഴിക്കുന്നു. ഇതിൻ്റെ പേര്
ഗൈ മാരേജ്. അവറാച്ചാൻ തോമാച്ചാൻ അടുത്ത സ്വർഗ വിവാഹം ഇതാ കിടക്കുന്നു. ഫ്രാൻസിൽ അംഗീകാരം. ദൈവമക്കളും ദൈവസഭയും നല്ല പള്ളിയുള്ളിടത്ത് സ്വർഗ വിവാഹം. ഒരുവൻ വരുന്നതിന് മുമ്പ് ദാണ്ടെ സ്വർഗ വിവാഹത്തിന് US പച്ചക്കൊടി, അമേരിക്കയിൽ ദാ പച്ചക്കൊടി സ്വർഗ വിവാഹം. ദൈവം വെച്ച് ആദമിന് മറ്റൊരാദമല്ല ചായ കൊടുത്ത തക്ക തുണയെ ദൈവം കൊടുത്തു. മാറ്റി, നിയമം മാറി, തുണ മാറി, ഇണയായി. കണ്ടില്ലേ ഓസ്ട്രേലിയ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സിഡ്നി, മെൽബൺ, അഡ്ലൈഡ് എവിടെ ഉണ്ടെങ്കിൽ ദാണ്ടെ സ്വർഗ വിവാഹം രേഖ സഹിതം ആർക്ക് വേണേലും കൊണ്ടുപോകാം. ഞാൻ പ്രസംഗിച്ചിട്ട് പോയ ഭാഷ പിടിക്കരുത്, അതുകൊണ്ട് രേഖ ആണ്ട്. അത് കഴിഞ്ഞാൽ കേരളം ദാണ്ടേ 18 കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കാം. ഇന്ന് ഇവിടെ കേൾക്കണം. നമ്മുടെ കാരക്കോണത്ത് ഒരു പെങ്കൊച്ച്, അവള് ഇറച്ചിപ്പാലത്ത് സൺ എഞ്ചിനീയറിംഗ് കോളേജ് BE പഠിക്കുക. 21 വയസ്സുണ്ട്. അപ്പോൾ വേറൊരു പയ്യൻ പളുകലിൽ നിന്നൊരു പയ്യൻ അതിൻ്റെ അടുത്ത് ഇറച്ചിപ്പാലത്ത് അടുത്ത സെൻറ്റ് ജെയിംസ് കോളേജിൽ അവൻ ME പഠിക്കുക. രണ്ടുപേരും ഭയങ്കര സ്നേഹം, പ്രേമം മൂത്തു. ആവശ്യമില്ലാത്ത പ്രേമത്തിന് പോകരുത് ചെറുപ്പക്കാരാ. പളുകലിലെ രേഷ്മ തന്നോലെ നിനക്ക് കഷായം തരും, മനസ്സിലാക്കുന്നവർക്ക് സ്വതന്ത്രം. മര്യാദയ്ക്ക് ജീവിച്ചാൽ നല്ലത്. സന്തോഷമില്ലല്ലോ. അവൻ്റെ ചേട്ടൻ ഷാരോൺ, അവൻ്റെ ചേട്ടൻ എൻ്റെ പ്രസംഗം കേട്ടാ പളികൽ CSI. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ പ്രസംഗിച്ച എൻ്റെ തൊട്ടടുത്ത് രേഷ്മമാർ നോക്കിയിരിക്കുക. അതുകൊണ്ട് ബാലിബറോട് ഞാൻ இந்த നാൾകളിൽ ഉണ്മയാണ് പേസുകരുത്. കണ്ട പെങ്കൊച്ചുങ്ങളെ തോളെ കൈയിടാൻ പോരുത്. ഇതിൻ്റെ കാര്യം പോയി കിട്ടും, മനസ്സിലാകുന്നവർക്കായി. പെങ്കൊച്ചുങ്ങൾക്ക് സന്തോഷമില്ലല്ലോ. തേക്കുപാറ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നെയ്യാറ്റിൻകരക്കാരി ഒരു പെങ്കൊച്ചിന് ഒരു പട്ടാളക്കാരൻ കൊണ്ടുവന്ന് വീട്ടിനകത്ത് കൊണ്ടുവന്നിട്ട് JCBക്കകത്ത് കുത്തിത്താത്തു അമ്പൂരി. മനസ്സിലാകുന്നവർക്കായി കേസ് നടക്കുക തിരുവനന്തപുരം. അതുകൊണ്ട് എൻ്റെ പെങ്കൊച്ച ഐസ്ക്രീം മേടിച്ചു തരാമെന്ന് പറഞ്ഞ് വാലിബൻ്റെ പുറകെ നീ പോകരുത്, ഉപ്പിയാക്ക് കൊണ്ടിട്ട്. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. ഇതൊക്കെ പത്രവാർത്ത തിരുവനന്തപുരം വായിക്കണം. അന്ത്യകാലം. ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. 1, നിന്റെ അപ്പൻ പ്രാർത്ഥിക്കണം. 2, അമ്മ പ്രാർത്ഥിക്കണം, സഭ പ്രാർത്ഥിക്കണം. ഒരു കുഞ്ഞിനെ ദൈവം കൊണ്ടുവരും. സ്വോത്രം. ഏറ്റവും കൂടുതൽ ഫെയിൽവർ പ്രേമ വിവാഹമാണ്. അതിൻ്റെ പ്രത്യേകത എന്താ? ആദ്യം പ്രേമിക്കുന്നതിന് വിട്ട് പെണ്ണ് ഉള്ള കാര്യങ്ങളെല്ലാം ചെറുക്കനോട് പറയും. സ്റ്റാൻഡേർഡ് ഇച്ചിരി കുറയ്ക്കാൻ കുഴപ്പമില്ല. അത് കല്യാണം കഴിഞ്ഞാൽ ചെറുക്കനും കുറേ കാര്യം പറയും. 2ാം വർഷം ഇവർ തങ്ങളിൽ പറയുന്ന നാട്ടുകാർ കേൾക്കും. മനസ്സിലാകുന്നവർക്കായി ഇതിൻ്റെ പേരാ പ്രേമ വിവാഹം. സ്റ്റോക്ക് പോയി. ദാണ്ട് ഇവർ രണ്ടുപേരും പാറശാല കഴിഞ്ഞ് ഒരു ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ രണ്ടുപേരും വീട്ടിൽ പറഞ്ഞു കല്യാണം നടത്താൻ. പെങ്കൊച്ചിൻ്റെ തന്ത പറഞ്ഞു നിന്നെ നല്ല ഭാവിക്ക് വേണ്ടിയ കൈക്കൂലിയും കൂടെ കൊടുത്താൽ സൺ എഞ്ചിനീയറിംഗ് ആക്ക്. ചെറുക്കൻ്റെ തന്ത പറഞ്ഞു നിന്നെ ഞാൻ ME പഠിക്കുന്ന UK വിടാനാ, കല്യാണമൊക്കെ അവിടെ നിൽക്കട്ടെ. സ്വോത്രം. ഇവർ പാറശാലയിൽ ഒരു വക്കീലിനെ കണ്ടു. 5000 രൂപ വഴിയാധാരമായ ആധാർ. മനസ്സിലാകുന്നവർക്കായി. ആരും പറഞ്ഞില്ല. നെയ്യാറ്റിൻകരയിൽ നിന്നൊരു പേപ്പർ കിട്ടി, ലിവിങ് ടുഗദർ. ഒരു നാൾ കോളേജിൽ പോയ പെൺകുട്ടി വരക്കൂടാതെ, പയ്യനും വരക്കൂടാതെ. അവരുടെ മൊബൈൽ രണ്ടുപേരും ടവർ തമിഴ്നാട്ടിൽ. இந்த കരമാടിയിലെ തമിഴ് ശബ്ദം കേട്ടപ്പോൾ അപ്പന് പിടി കിട്ടി അവിടെ കണ്ടുണ്ടെന്ന്. സ്വോത്രം. അപ്പൻ ചെന്ന് എവിടെ ചെന്നു? നമ്മുടെ വെള്ളറട വന്നു. വെള്ളറട വന്നപ്പോൾ പോലീസ് പറഞ്ഞു ഇത് നെയ്യാറ്റിൻകര DYSPയുടെ പോകത്തോള്, ഇത് അടുത്ത ബോർഡർ. അപ്പം ചെന്ന് നെയ്യാറ്റിൻകര DYSPയുടെ നമ്പറൊക്കെ കൊടുത്തു. അദ്ദേഹം പേരൂർക്കട മണ്ണാമൂലയിലോട്ട് മെസ്സേജ് കൊടുത്തു. നോക്കിയപ്പോൾ ഉണ്ടാ മാർത്താണ്ഡത്തുനിന്ന് താഴെ കരങ്കൽ പോകുന്നിടത്ത് വാടക വീട്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അപ്പനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ബാക്കി എല്ലാവരും കേൾക്കണം. അപ്പനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. DYSP പറഞ്ഞ് അദ്ദേഹത്തെ അടുപ്പായിരുന്നു. രാവിലെ 7 മണിക്ക് വരണം, ഇതുങ്ങൾ 8 മണിക്ക് കോളേജിൽ പോകുന്നതിന് വിട്ട് അവിടെ ഇട്ട് പിടിക്കാം. FIR ഇട്ട് നമ്പരും എല്ലാം കൊടുത്ത് നേരെ അവർ അവിടെ ചെന്നു. 8 മണിയായപ്പോൾ പയ്യൻ ഇരുന്ന് ME നോട്ട് എഴുതുന്നു, പെണ്ണ് ടീ ഉണ്ടാക്കുന്നു. മനസ്സിലാകുന്നവർക്ക്. പയ്യനെ DYSPയും കൂടുള്ള ആൾക്കാർ. അപ്പനും അമ്മയും വാഗണർ കാറിനകത്ത്. DYSP പറഞ്ഞു മോനെ ഒരു കേസുണ്ട്, നിങ്ങൾ കയറിയേ പറ്റത്തുള്ളൂ. അപ്പം പറഞ്ഞു എതൊക്കെ കേസ്, എന്താ കേസാർ? അപ്പം പറഞ്ഞ് ഈ പെങ്കൊച്ച് മിസ്സാ. അപ്പം തന്നത് ഉടനെ അകത്ത് പോയി താണ്ട ഞാൻ കാണുന്ന പോലെ ഒരു പേപ്പർ നെയ്യാറ്റിൻകര കോടതിയുടെ എടുത്തു കൊടുത്ത് 1 വർഷത്തേക്ക് ലിവിങ് ടുഗദർ, സാറിന് പോകാം. ഉടനെ പെങ്കൊച്ച് തമിഴ് ഭാഷ അയ്യാ கொஞ்சம் தூரம் வந்திருക്കുന്ന ഒരു ടീയെ സാപ്പിടുങ്ക. മനസ്സിലാക്കുന്നവർക്ക് സ്വോത്രം. അപ്പോൾ DYSP പറഞ്ഞ അപ്പനോടും അമ്മയോടും നിങ്ങളുടെ മകൾ ടീ ഉണ്ടാക്കുന്ന വരാൻ കുടിക്കാമെന്ന്. മനസ്സിലാക്കുന്നവർക്കായി. ആര് വേണം? പള്ളി വേണ്ട, അച്ഛൻ വേണ്ട, പാസ്റ്റർ വേണ്ട, ഒന്നും വേണ്ട. DYSP ടീ കുടിച്ച് ചായ തിരിച്ചു. അപ്പനും അമ്മയും വണ്ടി മാറ്റിയപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങൾ പാടിയോല്ലോ ഒരു അരുമയാണ് പാടലകത്തുനിന്ന് ഉണ്മൈ നമ്പി വന്നേ നബക്ക പാടല. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. ഇന്ന് രാത്രി ആര് വേണ്ട? അച്ഛൻ വേണ്ട, പാസ്റ്റർ വേണ്ട, രജിസ്ട്രേഷൻ വേണ്ട, ഒന്നും വേണ്ട. കല്യാണം ആര് നടത്തും? ദാ കടന്നതോ ഇന്ത്യയിലെ സുപ്രീം കോടതി വരെ ലിവിങ് ടുഗദർ. മലയാളം അമ്മച്ചേ അപ്പച്ച. അതുകൊണ്ടാണ് ഞങ്ങളുടെ യേശു പറഞ്ഞു യെരൂശലേം പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയുവീൻ. ക്ലിയറായോ? സ്തോത്രം. നൊന്ത് വളർത്തിയ മക്കൾ, ആറ്റുനോറ്റ് വളർന്ന മക്കൾ, ഒരു പള്ളിക്കകത്ത് വിവാഹം നടക്കേണ്ട മക്കൾ, ഒരു പൂജാരിയുടെ സാഹചര്യത്തിൽ മണ്ഡപത്തിൽ വിവാഹം നടത്തേണ്ട മക്കൾ ഇന്ന് കയറിയേക്കുവാ ലിവിങ് ടുഗദർ. മലയാളം
വേണമെങ്കിൽ കല്യാണം വേണ്ട. തിരുവനന്തപുരം നാഗർകോവിൽ വണ്ടി, അവൻ കുടിത്തറ, അവള് തക്കല. മനസ്സിലാകുന്നവർക്കായി അവിടം വരെ ഇന്നത്തെ വിവാഹം തീർന്നു. ഇതെല്ലാം മനസ്സിലാക്കണം. പുറകെ വായിക്കും. ദാണ്ട ഇഷാന് സൂര്യൻ ട്രാൻസ്ജെൻഡർ മാര്യേജ്. അടുത്തത് ആർക്കും തരാം. കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം ദാണ്ടേ കോടതി മുതിറി. ഇതെല്ലാം ലൈവ് കണ്ടോണം. കോടതി മുറിയിൽ യോഗം കഴിഞ്ഞാൽ നോട്ട് തരാം. ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ രണ്ട് വനിതാ വക്കീലുമാർ ഒരുമിച്ച് ജീവിക്കുന്നു. ഇതൊക്കെ അന്ത്യകാലം കേരളത്തിലെ സംഭവങ്ങൾ. നമ്മുടെ പ്രിയങ്കരനായ MP രാജേഷ്, തദ്ദേശ വകുപ്പ് മന്ത്രി, വെള്ളറ പഞ്ചായത്ത് സെക്രട്ടറിയോട് എൻ്റെ പേര് പറ. ഇന്ന് പറയുന്നു ചെറുക്കന് പെണ്ണ് എവിടെ നിന്ന് കൈവച്ചാലും മതി. ഓൺലൈൻ മാരേജ്, പൈസ അടച്ചാൽ സർട്ടിഫിക്കറ്റ്, പിന്നെ ഹാജരായാൽ മതി. ദാ കിടക്കുന്നു വരൻ ഉക്രൈൻ, വധു പുനലൂർ. ഓൺലൈൻ മാരേജ് നടത്താൽ, പ്രായപൂർത്തിയായ ആധാർ കൊടുത്താൽ അവൻ നിയമത്തെ മാറ്റിയോ അമ്മാമേ? അവൻ നിയമത്തെ മാറ്റും. ഒരുവൻ ഭരണത്തിൽ വരുന്നതിന് മുമ്പ് ബൈബിൾ എടുത്താട്ട് he will take it the land order, CRPC, IPC, now ongoing BNS, ഭാരതീയ ന്യായ സംഹിത വരെ അവന്റെ കയ്യിൽ വയ്ക്കാവോ. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിച്ചിട്ട് മോനെ, അവൻ അത്യുന്നതന് വിരോധമായി വയ്ക്കാവോ. അവൻ അത്യുന്നതനായവന് വിരോധമായി, ഏതെന്റെ പൂങ്കാവനത്തിൽ മനുഷ്യന് സംയോജിപ്പിച്ച ദൈവത്തിന് വിരോധമായി വയ്ക്കാം. വമ്പ് പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. ദാ കണ്ടില്ലേ അമ്മാമ, ഇതുവരെ കേൾക്കാത്ത വാർത്തയില്ലേ പത്രവാർത്ത? ഇതാ സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റും. He will take it the land order. ദാനിയേൽ 9:27 വായിക്കാം. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. അമ്മാമ, നിയമം മാറി, കല്യാണം മാറി, നിയമത്തെ കഠിനമാക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ബാക്കി കൂടെ കേട്ടാട്ടെ. അമേരിക്ക തീരാൻ പോകുന്നു. അവിടെ നിൽക്കട്ടെ മോനെ, ബാക്കി നാളെ വായിക്കാനുണ്ട്. ഇതെല്ലാം നാളെ അന്ത്യകാല സംഭവം. അമേരിക്കയുടെ വിഷയം വരാം. അമേരിക്കയിൽ എല്ലാവരും കേൾക്കണം. 1991 എല്ലാവരും കേട്ടാട്ട്. 1991 ബിൽ ക്ലിന്റൺ അമേരിക്ക ഭരണത്തിൽ വന്നു. ആദ്യ സ്വവർഗ വിവാഹം ഇഷ്ടമുള്ള ചെറുക്കനും പെണ്ണിനുമല്ല. അന്നത്തെ പാസ്റ്റർമാർ സഭയിലെ എല്ലാവരും ചെന്ന് പറഞ്ഞു, സാറേ അമേരിക്കക്കാരിപ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുക അജിയാണ്. അതിനകത്ത് ഡോളറിനകത്തൊരു വാക്കുണ്ട്, ഇൻ വി വിൽ ട്രസ്റ്റ് ഇൻ ഗോഡ്, ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ആ ദൈവത്തെ മറുതലിക്കരുത്. അന്ന് തൊട്ട് അമ്മമ്മയെ അമേരിക്ക കാറ്റ് ഏതൊക്കെ തമിഴ്നാട് ഭാഷ അരുമയാന പൂയൽ, റീത്ത, കത്രീന, ബിൽമ, ഹാർവി, ഓർമ്മ, മാത്യു, ലോറൻസ്, മക, ബുൾബുൾ, മേഘനു, സാഗർ, ബുരേവി, ടൗട്ടെ. സന്തോഷം ഇല്ലല്ലോ കുഞ്ഞമ്മാമ, സ്വോത്രം. എന്നൊക്കെ പ്രായമുള്ള അച്ചായൻ തോന്നിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് കാറ്റില്ലേ അടിക്കുന്നത്. 2025 ഇപ്പൊ ചർച്ചിലെ പയ്യന്റെ പേര് പഠിച്ചു, ബിബിൻ ജോയ്. ഈ മെയ് മാസത്തിൽ ഞാൻ പാറശാല കൺവെൻഷൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര കാറ്റ്. പ്രശാന്തി കള്ളു കുടിക്കാൻ വന്നമാരെല്ലാം വെയിറ്റിംഗ് ഷെഡ് ഇന്നുകൊണ്ട് പറന്നു പോയില്ല. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. സന്തോഷം ഇല്ലല്ലോ അമ്മമ്മ, അന്ത്യകാലമായി. കണ്ടില്ലയോ ഇന്നാൾ പാലക്കാട് ഒരു ചേച്ചി പറഞ്ഞു കേട്ടില്ല, എന്നെ മേലോട്ട് കൊണ്ടുപോയിട്ട് താഴോട്ട് ഇട്ടെന്ന്. മനസ്സിലാകുന്നവർക്കായി നീ ഗുണം പിടിച്ചാന്ന് ഏലിയാവ് പോയ പോലെ പോകും. കരമുയർത്തുന്നവർക്കായി മേഘങ്ങളെ തേരാക്കിയവൻ കാറ്റിൻ ചിറകിന്മേൽ, വെള്ളറട കാറ്റ്, ആറാട്ടുവഴി കാറ്റ്, പന്നിമലക്കാറ്റ്, ഇതെല്ലാം അന്ത്യകാലമാണ്. അമേരിക്ക കാറ്റടിച്ച്. ആരാ അമേരിക്ക? ചെറുപ്പക്കാർ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, വിജ്ഞാനമുള്ള കുഞ്ഞുങ്ങൾ ഗഗനമാ കേട്ടിരിക്കുന്നത്. നമ്മ തിരുവനന്തപുരം എയർപോർട്ട് ഒരു വിമാനം 33,000 അടി. അമേരിക്കയിലെ റഡാറല്ല കാണുന്നത്. അമേരിക്കയിലെ ന്യൂയോർക്ക് എയർപോർട്ട്, കെന്നഡി അന്താരാഷ്ട്ര വിമാനത്താവളം, അവിടെ റഡാർ വെച്ചിട്ടുണ്ട്, ശംഖുമുഖത്തെ കണക്ക്. അതിനകത്തൊരു ശബ്ദമടിക്കും. ജോഗ്രഫി ടീച്ചർ 5 മരക്കാരെ ചോദിക്കണം. അതിൻ്റെ പേര് ബട്ടർഫ്ലൈ എഫക്റ്റ്. മനസ്സിലാകുന്നവർക്കായി ശംഖുമുഖത്ത് പറക്കുന്ന വിമാനത്തിൻ്റെ സൗണ്ട് കേൾക്കും. പക്ഷേ അമേരിക്കയിൽ ഒരു കാറ്റടിച്ചത് ഒരു ക്യാമറയും കണ്ടില്ല. സന്തോഷമില്ലല്ലോ ദൈവമാര്. രണ്ടാമത്തെ കാര്യം, ബിൽ ക്ലിന്റൺ അമേരിക്കയിൽ പ്രസിഡന്റ് ആയപ്പോൾ രണ്ടാമതൊരു കാര്യം ചെയ്തു. എന്താ ചെയ്തതെന്നറിയാമോ? ഉള്ളത്തിൽ ഉരുവാകുന്ന കുഞ്ഞുങ്ങളെ അബോർഷൻ ചെയ്യാൻ ലൈസൻസ്. 7 മാസം പ്രായമുള്ള കുഞ്ഞിന് സഹോദരിമാർ വയറ്റിനകത്ത് ഞെക്ക്, അവിടെ കുഞ്ഞ് മരിക്കും. കാരക്കോണത്ത് എന്നതുകൊണ്ട് ഡോക്ടർ അടുത്ത് പറയും സർജറിയും കുഞ്ഞ് മരിച്ച് കേസില്ല. ഇന്ന് രാത്രി സാജു ചാത്തന്നൂർ അമ്മച്ചിമാർ ഇവിടെ കേട്ടാട്ടെ, 75 ലക്ഷം കുഞ്ഞുങ്ങളെ കൊന്ന ലോകരാഷ്ട്രമാ അമേരിക്ക. മനസ്സിലാകുന്നവർക്ക് ആ നിയമം വന്നപ്പോൾ കത്തോലിക്ക സഭ അധ്യക്ഷൻ ഞാൻ ബഹുമാനിക്കുന്നു. അദ്ദേഹം ചെന്ന് ബൈബിൾ വായിച്ചെന്നാ പറഞ്ഞ ബിൽ ക്ലിന്റൺ, മക്കൾ യഹോവ തരുന്ന ദാനം, ഉദരഫലം യഹോവയുടെ പ്രതിഫലം, ഒപ്പിടരുത്. മനസ്സിലാകുന്നവർക്കായി കേട്ടാട്ടെ നാട്ടുകാർ. പക്ഷേ ബിൽ ക്ലിന്റൺ കേട്ടില്ലേ? ഇന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വെള്ളറുടെ കാനഡ, ടൊറന്റോ, ആൽബർട്ടോ, കിച്ചണർ, അവിടെ എല്ലാം പോയിരിക്കുക. നയാഗ്ര ഫാൾസ്, എഡ്മണ്ട്. ഞാൻ പഠിപ്പിച്ച ഒരു ചെറുപ്പക്കാരൻ അവിടെ എഞ്ചിനീയറാണ്. അവ എന്നോട് പറഞ്ഞാൽ കടുത്ത കൈയായിപ്പോയി എങ്കിലും പറയാം. അവ എന്നോട് പറയും, സാറേ മലയാളി പെൺകുട്ടികൾ ഇവിടെ അവിഹിത ഗർഭം, ഇവിടെ അബോർഷൻ ഇല്ല, കളിക്കാവിള എന്ന് പാറശ ഇഞ്ചിവിള ചാടുന്ന പോലെ അബോർഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയിൽ പോയി റോഡ് പെർമിറ്റ് എവിടം വരായി അമ്മമ്മ. കാനഡയിലൊക്കെ കാര്യം തീരാറായി. 25 ഗ്രാം മയക്കുമരുന്ന്. വെള്ളറുടെ ജവാനേ ഉള്ളു, അവിടെ മയക്കുമരുന്ന്. സ്വോത്രം. പിള്ളേരെ വിടുന്ന എല്ലാം സൂക്ഷിച്ചു വേണം, എല്ലാം കൈവിടപ്പെട്ടു പോകുന്ന ഒരു കാലം. ഇന്ന് രാത്രി അമേരിക്കയിൽ 37 ബാങ്കുകൾ പൊട്ടിപ്പോയി. അതുകൊണ്ടായി ട്രംപ്
കടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ ബാങ്കുകളും പൊട്ടി. JP മോർഗൻ, ഫസ്റ്റ് ബാങ്ക്, സകലത്തിനും അമേരിക്കയെ പൊട്ടി. ഇന്ന് രാത്രി ആരാ ഭാഗ്യവാൻ? അമേരിക്കക്കാരനാണോ ഭാഗ്യവാൻ? എല്ലാത്തിനെയും വണ്ടി കയറ്റുന്നു. അമേരിക്കക്കാരനൊന്നുമല്ല ഭാഗ്യവാൻ. ഇന്ന് രാത്രി ഗൾഫുകാരാണോ ഭാഗ്യവാൻ? ഖത്തറിന്റെ മേളിൽ മിസൈൽ വന്നപ്പോൾ മലയാളികൾ കടന്ന് വെള്ളം കുടിക്കുന്നതിന് എന്നാ ഞങ്ങളുടെ മേളിൽ വരുന്നതെന്ന്. ആ സമയത്ത് പറയോ അമ്പൂരിയിലെ തോമാച്ചാനാണോ ഭാഗ്യവാൻ? 40 ദിവസം മഴ പെയ്ത് റബ്ബറിൻ്റെ ഇലയും പോയി. സന്തോഷമില്ലല്ലോ മനസ്സിലാകുന്നവർക്ക്. പട്ടയമില്ല, പാലുമില്ല. അത് കഴിഞ്ഞിട്ട് അമ്പൂരി, വാഴിച്ചൽ, കുട്ടമല, അവിടെ എല്ലാം എന്താ ചെയ്തത്? ഉള്ള കാറ്റടിച്ച് ഓണത്തിന് മിക്കായിരുന്ന കൊലകളെല്ലാം മറിഞ്ഞു. സന്തോഷമില്ലല്ലോ, മരച്ചീനിയും തീർന്നു. ഇന്ന് രാത്രി അമേരിക്കയിൽ അച്ചായനാണോ ഭാഗ്യവാൻ? ഗൾഫിൽ കിടക്കുന്ന ചെറുപ്പക്കാരനാണോ ഭാഗ്യവാൻ? അമ്പൂരിയിൽ എസ്റ്റേറ്റുള്ള തോമാച്ചായനാണോ ഭാഗ്യവാൻ? അവരൊന്നുമല്ല ഇന്ന് രാത്രി ഭാഗ്യവാന്മാർ. ഈ ഗ്രൗണ്ടിനകത്ത് ഭാഗ്യകരമായ ഒരു കൂട്ടമിരിപ്പുണ്ട്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കാൽവറി രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ അത്രേ ഭാഗ്യവാന്മാർ. അവരെ ചേർക്കാൻ എൻ്റെ കാന്തൻ മടങ്ങി വരാറായി. ഇന്ന് രാത്രി കൊട്ടുകോണമേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അടുത്തത്, കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുമോ? വായിക്കാം. 2 വാക്യം ഇടവേള, പിന്നെ 2 വാക്യം അവസാനിപ്പിക്കാം. ഈ റണ്ണിങ് വണ്ടി അങ്ങ് ഓടട്ടെ. യെശയ്യാ പ്രവചനം 3:12 വായിച്ചിട്ട് മോനെ, ഇവിടുത്തെ നിയമം മാറി. യെശയ്യാ പ്രവചനം 3:12 ബൈബിളുള്ള അമ്മച്ചിമാരെല്ലാം എടുത്തിട്ട് യെശയ്യാ 3:12 വായിക്കാം. യെശയ്യാ പ്രവചനം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം. നിന്റെ മധ്യേ വായിക്കാം മോനെ. എന്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. മോൻ നിന്നാട്ടെ. ഇതിന്റെ പേരാ പോസ്കോ. നല്ല കേരള, സാക്ഷര കേരള, സുന്ദര കേരളം. കഴിഞ്ഞ 2 വർഷമായി കേരള പോലീസ് പറഞ്ഞിരിക്കുന്നത് 100 കേസ് പോസ്കോ. എന്താ പോസ്കോ? കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു പോസ്കോ. അടുത്തത് വായിക്കാം. സ്ത്രീകൾ അവരെ വാഴുന്നു. അവിടെ നിന്നാട്ടെ. കുഞ്ഞുങ്ങൾ ബാലരാമപുരം. എല്ലാവരും കേട്ടാട്ടമ്മാമേ, 9 മാസവും 9 ദിവസവും 9 വിനാഴിക്ക് നൊന്ത് പ്രസവിച്ച ദേവനന്ദ എന്ന് പറയുന്ന ഒരു മോള് ഇതായിരിക്കുന്ന കൊച്ചുമോളനൊക്കെ കിണറ്റിലിട്ട് അമ്മച്ചി. ബാലരാമപുരം. തീർന്നോ കേരളം? തിരുവനന്തപുരം പിടിക്കാം. അടുത്ത വൈറ്റില. കേട്ടോണം അമ്മാമേ, ലോകം തീരാറായി. കേട്ടോണം, വൈറ്റില. ഒരു പെൺകുട്ടി ഭർത്താവുമായിട്ട് വഴക്കുണ്ടാക്കി. 2 മാസം പ്രായമുള്ള കുഞ്ഞ്. ഭർത്താവെന്ന് ഇറങ്ങിപ്പോയി. അവൾ കൊച്ചിനെ കഴുത്ത് ഞെരിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ ഫ്ലിപ്കാർട്ട് കൊണ്ടുവരുന്ന കാർട്ടൂണിനകത്ത് കൊച്ചിനെ പൊതിഞ്ഞു ഓടുന്ന വണ്ടിയിൽ വൈറ്റിലയിൽ എറിഞ്ഞു. അന്ത്യകാലം. അടുത്തൂടെ കേടു. കളമശ്ശേരി. ഭർത്താവും ഭാര്യയും വഴക്കുണ്ടായി. 1 വയസ്സുള്ള കുഞ്ഞ്. അവൻ കളഞ്ഞിട്ട് പോയി. ഒരു പുതിയ കാമുകൻ വന്നു. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കുഞ്ഞിനെ കൊല്ലാമെങ്കിൽ നിന്നെ എൻ്റെ വധുവാക്കാം. ജനിച്ച കുഞ്ഞിൻ്റെ മുഖം നോക്കാതെ ആൺകുഞ്ഞ് 1 വയസ്സുള്ള കുഞ്ഞിനെ കതകിൻ്റെ കീഴിൽ കയറ്റി ഞെരിച്ചു. അവസാനം കളമശ്ശേരി ആശുപത്രി കൊണ്ടുപോയി. ഡോക്ടറോട് പറഞ്ഞ് കതവിൻ്റെ കീഴിൽ കയറി. ഡോക്ടർ പൊട്ടനല്ല. അവസാനം പോലീസിനെ വിളിച്ച് അടികിട്ടി കുഞ്ഞ് മരിച്ചുപോയി. ആദ്യത്തെ അച്ഛൻ്റെ മൊബൈൽ നമ്പർ എല്ലാവരും കേട്ടണം. 1 മാസം പത്രത്തിൽ കൊടുത്തു. മൊബൈൽ ഓപ്പ് വന്നില്ല. ആശുപത്രിക്കാർ അടക്കാൻ മോർച്ചറിയിൽ നിന്ന് എടുത്തപ്പോൾ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷൻ, പേര് ഞാൻ വെളിപ്പെടുത്തത്തില്ല, അദ്ദേഹം റിട്ടയറായി. അദ്ദേഹം പറഞ്ഞ് ആരും അടക്കണ്ട, ഞാൻ അടക്കാം. ശമ്പളത്തിലെ 7000 രൂപ കൊടുത്ത് ഒരു IPS കാരൻ പെട്ടി മേടിച്ചു. പുറയിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് മകനെ വിടാ. ആ പെട്ടിയുടെ മേളിൽ ഒരു കിലുക്ക്. സൂര്യനെ പോലെ മുഖമുള്ള 1 വയസ്സുകാരനെ ശ്മശാനത്തിൽ കൊണ്ടുപോയി IPS കാരെ അടക്കി. എവിടായി അമ്മാമേ? കേരളം. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ കരമുയരുന്നില്ലല്ലോ. വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. ബാക്കി CSIക്കാർ ഇവിടെ ഇരിക്കണം. അരിമാനൂർ CSI വർഷങ്ങളിൽ ഞാൻ പ്രസംഗിച്ച പൂവാർ പഞ്ചായത്ത് സെക്രട്ടറി എൻ്റെ സുഹൃത്താവ്. അവരുടെ സഹോദരൻ CSIയിൽ അച്ഛനാണ്. ആ പഞ്ചായത്ത് സെക്രട്ടറി കഴിഞ്ഞ ഡിസംബറിൽ എന്നെ വിളിച്ച്, സാർ കർത്താവ് വരാറായി. ഞാൻ ചോദിച്ചു, സാറിന് ദർശനം കിട്ടിയോ? അപ്പം പറഞ്ഞൊരു കാര്യം, തിരുവനന്തപുരം ജില്ല പൂവാർ 9 മാസവും 9 ദിവസവും 9 വിനാഴികയും നൊന്ത് പ്രസവിച്ച കുഞ്ഞിന് 4 ലക്ഷം രൂപയ്ക്ക് വിറ്റ മാതാപിതാക്കൾ കരം ഉയരുന്നില്ലല്ലോ. SATയിലും ക്രെഡൻസി ശാന്തമ്മയുടെ അടുത്തും 4-5 KJKയിലും കാലത്തെ 5 കാത്തിരിക്കുക ഒരു കുഞ്ഞിനെ കിട്ടാൻ ഇഞ്ചക്ഷന് വേണ്ടി. ആ സമയത്ത് 4 ലക്ഷം രൂപയ്ക്ക് പൊന്നോമനെ കൺമണിയെ വിറ്റ കേരളം. തീരാൻ പോവാ മാമേ. ഇതെല്ലാം അന്ത്യകാല സ്ത്രീകൾ അവരെ വാഴുന്നു. പണ്ട് സ്ത്രീകൾ ഭാരത സ്ത്രീധൻ പാപശുദ്ധി. ഇന്ന് സ്ത്രീകളുടെ ജോലി മയക്കുമരുന്ന്, കഞ്ചാവ് കടത്ത MDMA. സന്തോഷമില്ലല്ലോ. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടക്കാരി മസ്കറ്റിൽ പോയി തിരിച്ച് കാവ്യമാധവനെ പോലെ വന്ന് പോലീസ് ഒരു കുത്ത് കിട്ടി. 4 കിലോ MDMA. മനസ്സിലാകുന്നവർക്ക് സ്വത്രം. പണ്ട് സൗകര്യമാർ വീടിൻ്റെ ഐശ്വര്യം, നാടിൻ്റെ ഐശ്വര്യം, ഭാരത സ്ത്രീധൻ പാപശുദ്ധി എല്ലാം ഇന്ന് മയക്കുമരുന്ന്, കഞ്ചാവ് കടത്ത്. തീർന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. മുഖ്യമന്ത്രിയെ കുറ്റം പറയരുത്, ഹരീന്ദ്രനെ IB സതീഷിനെ കുറ്റം പറയരുത്. അതിനകത്ത് ചില നടിമാര് കൊടുത്ത റിപ്പോർട്ട് കണ്ടാൽ കേരളം ഞെട്ടും. സ്വന്തം സമൃദ്ധിക്ക് വേണ്ടി അമ്മമാർ കേരളത്തിലെ പെൺകുട്ടികളെ സീരിയലിന് സിനിമയ്ക്കും വിറ്റ് കാശാക്കി. സ്വത്രം. ഹേമ കമ്മിറ്റി തുറക്കത്തില്ല. പോലീസുകാരെ ചിലർ വായിച്ചിട്ട് കരഞ്ഞെന്നാ പറയുന്നത്. അന്ത്യകാല സ്ത്രീകൾ അവരെ വാഴുന്നു. തീർന്നു. ലോകം തീരാറായോ? വായിക്കാം. അടുത്ത വാക്ക് വായിച്ചിട്ട് മോനെ. എന്റെ ജനമേ
നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു. നടത്തുന്ന ഈ ക്രമമെല്ലാം പോയി. ഒരു മന്ത്രിയും കുറ്റം പറയരുത്, ഒരു മുഖ്യമന്ത്രിയും പറയരുത്. സിസ്റ്റം ചേഞ്ച്. ഒരുവൻ വരുന്നു, സിസ്റ്റം ചേഞ്ച്, എല്ലാം മാറി. അതുകൊണ്ട് പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ഒന്നാമത്തെ ഇടവേള, പിന്നെ 2 വാക്യം കൂടെ കഴിയുമ്പോൾ തീർക്കാം. എഫെസ്യ ലേഖനം 5, 15, 16 ബൈബിൾ എല്ലാവരും എടുത്താട്ടെ. അമ്മച്ചിമാര് അച്ഛന്മാര് ബൈബിൾ എടുത്താട്ടെ. എഫെസ്യ ലേഖനം 5, 15, 16. അതാ VD സതീശൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചു. VD സതീശന്റെ സെക്രട്ടറി, ഞാൻ പഠിപ്പിച്ചവനെ നല്ല കുഞ്ഞ്, അവനെ ഇപ്പൊ ബൈബിൾ എഴുതി കൊടുക്കുന്ന സന്തോഷമില്ലല്ലോ. സ്വോത്രം. എന്നും VD സതീശൻ ബൈബിളാണ് പ്രസംഗിക്കുന്നത്. സ്വോത്രം. ആരാണ്ട് പറഞ്ഞ ആത്മീയ മന്ന ബൈബിൾ കോളേജ്, അവിടെ അങ്ങ് പുള്ളി വന്നിട്ടില്ല. സ്വോത്രം. അദ്ദേഹത്തിന്റെ സെക്രട്ടറിയെ പഠിപ്പിച്ച ആളാണ് ഞാൻ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. പുള്ളിക്കാരനായി ഇത് എഴുതി കൊടുക്കുന്നത്. വായിക്കാം. എഫെസ്യർ 5, 15, 16. ഇന്ന് VD സതീശന്റെ വീഡിയോ എടുക്കുക, വായിച്ചാട്ടെ. ആകയാൽ സൂക്ഷ്മതയോടെ, ആകയാൽ സൂക്ഷ്മത്തോടെ, അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ടത്രേ നടക്കുവാൻ നോക്കുവിൻ. ഇതാ പറഞ്ഞത്, നടപ്പ് ശരിയാക്കണമെന്ന്. കഴിഞ്ഞ ചെറുപ്പക്കാരുടെ ഓണത്തിന് ഏതോ പെന്തിക്കോസുകാരുടെ ഒരു പരിപാടിക്ക് VD സതീശൻ ചെന്നിട്ട് പറയാം, നടപ്പ് ശരിയാക്കണമെന്ന്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ആകയാൽ അജ്ഞാനികളായിട്ടല്ല. അതിന് ഇംഗ്ലീഷിൽ അദ്ദേഹം പറഞ്ഞ യുവർ സ്റ്റെപ്പ് ഈസ് ഗോയിങ് സ്ട്രൈറ്റ്. നടപ്പ് മാറ്റരുത്. ഈ വാക്യം എടുത്തുകൊണ്ട് സ്വോത്രം. പിന്നെ എഫെസ്യ ലേഖനം സതീശൻ പഠിച്ചിട്ടിരിക്കുകയാണല്ലോ. സ്വോത്രം. സെക്രട്ടറി ഇതുണ്ട് എഴുതുന്നത് അമ്മമ്മ. ഇതെല്ലാം VS അച്യുതാനന്ദൻ ഇവിടെ ബൈബിൾ കോളേജിൽ പോയി ജോസഫ് സി മാത്യു സാറിലെ പറഞ്ഞ് എഴുതിക്കോ സഖാവ്, എൻ്റെ കെടാത്തത് ഈ ചാകാത്ത വിടും, അല്ല മത്തായി സൂക്ഷിച്ചിട്ടും പുള്ളി വായിച്ചാന്ന്. സ്വോത്രം. അതുപോലെ സതീശന്റെ സെക്രട്ടറി, ആര് കേട്ടാലും കാക്കർ സാർ കേൾക്കട്ടെ. സ്വോത്രം. പഠിപ്പിച്ച ഞങ്ങൾക്കറിയാം. അടുത്ത വാക്ക്, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് ഇവിടെ ഇരിപ്പാ. അടുത്ത വാക്ക് വായിച്ചിട്ട് മോനെ, ഇത് ദുഷ്കാലമാകയാൽ. കരമുയരുന്നില്ലല്ലോ അമ്മച്ചിയെ, ഇത് ദുഷ്കാലമാകയാ. സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ഉയർത്തുന്നവർക്കായി ഇത് ദുഷ്കാലമാകയാൽ. ഇന്ന് രാത്രി കോട്ടുകോണത്തിലൂടെ ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നാടൻ മലയാളം കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തുന്ന കോഴിയെ കുറ്റിക്കാട്ട ചിന്നമ്മാമ അകത്ത് പോയി കത്തി എടുക്കത്തില്ല. അരകല്ലിന്റെ മേളിൽ ഇരിക്കുന്ന കൊച്ചു പിച്ചാത്തി എടുത്തെറിയുന്നത് പോലെ ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കാൽ. അതുകൊണ്ട് ആ കോട്ടുകോണത്ത് പാവപ്പെട്ട അമ്മച്ചിമാര് പറയും, കലികാലം കലികാലം ദുഷ്കാലം. ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. അതിന്റെ നടുവിൽ നിന്ന് രക്ഷയുടെ ടിക്കറ്റ് ഉള്ളവരെ ചേർക്കാൻ എന്റെ കാന്തൻ വരാറായി. ഇന്ന് രാത്രി ഒന്നാമത്തെ ഇടവേള, ഇനി 15 മിനിറ്റ് മതി. കേട്ടാട്ടെ. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ 2 കുഞ്ഞുങ്ങൾ പോകും. ആരൊക്കെയാ? കോട്ടുകോണത്ത് നിന്ന് ജോയിയും ജോസ്, 2നും തൃശ്ശൂർ പോകണം. ജോയി അവിടെ ചെന്ന് 10 രൂപയുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തു, ചായ കുടിച്ചു. ജോസിനും തൃശ്ശൂരിന് പോകണം. തത്കാലം എഴുതി 190 രൂപ. ഉടനെ 10 മണിക്കാ പോയത്. 10:30 ട്രെയിൻ ഉണ്ട്. സഹോദരി 190 ടിക്കറ്റ് ഫോർ 22. ചില നിമിഷങ്ങൾ കഴിഞ്ഞ ഒരു അറിയിപ്പ്. യാത്രികോ സദ്യ ध्यान के लिए कन्याकुमारी, कोची, कोकर, मुंबई तक जाने वाला जयंती जनता थोड़ी सी देर बाद 1 नंबर प्लाറ്റ്ഫോം ആയേगा. 2 ടിക്കറ്റ് ഉണ്ട്. അരമണിക്കൂറിനകം വീണ്ടും മലയാളം. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, കന്യാകുമാരി, കൊച്ചി, മുംബൈ വരെ പോകുന്ന ജയന്തി ജനത 1 നമ്പർ പ്ലാറ്റ്ഫോമിൽ വരും. 2 പേരും തൃശ്ശൂരിന് പോകാൻ നിൽക്കുക. ജോയിയുടെ പ്ലാറ്റ്ഫോം, ജോസിന്റെ തത്കാൽ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ജോയി S4 കയറാൻ നിന്നപ്പോൾ കട്ടകാലത്തിന് നിൽക്കുന്ന TTR, ഈ എങ്ക പോകത് തമിഴിൽ പോയി ചെയ്യ മനിതനെ നീ എങ്ക പോകത്. മനസ്സിലാകുന്നവർക്കായി പ്ലാറ്റ്ഫോം ടിക്കറ്റ് പറഞ്ഞ, അയ്യാ இந்த ടിക്കറ്റ് ട്രെയിനെ കയറാൻ മുടിയാതെ, இந்த അണ്ണാച്ചി കട ടീയെ കുടിക്കാൻ. മനസ്സിലാകുന്നവർക്കായി ജോസിന്റെ കയ്യിൽ തത്കാൽ S422. അയ്യാ നീ ഇങ്ക വക്കാറ്. മനസ്സിലാകുന്നവർക്കായി കോട്ടുകോണത്ത് നാറാണിയിൽ ഇന്ന് രാത്രി കുറ്റിക്കാടും തോലടിയും ബദേൽപുരവും ഒക്കെ വചനം കേട്ടിട്ട്, അച്ചായ അമ്മാമേ ഇന്ന് രാത്രി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താൽ നീ വഴിയരികെ നിന്ന് പോകും. എന്നാൽ രക്ഷയുടെ ടിക്കറ്റ് ഇന്ന് രാത്രി ചങ്കിനകത്തുണ്ടെങ്കിൽ ലോക സംഭവം കാണുമ്പോൾ അവൻ കരമുയർത്തി പറയും, എന്റെ ട്രെയിൻ വരാറാ. ഇന്ന് രാത്രി രക്ഷയുടെ ടിക്കറ്റ് ഉള്ളവരെ ചേർക്കാൻ എന്റെ കാന്തൻ മടങ്ങി വരാറായി. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. നാളെയും കൂടെ യോഗം. ഇന്ന് രാത്രി കോട്ടുകോണോ വീട്ടിലോ മേടയിലോ റോഡിലോ മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. കരമുയർത്തുന്നവർക്കായി നാം രക്ഷിക്കപ്പെടുക. ആകാശത്തിന് കീഴ് മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം. പുണ്യ സ്ഥലങ്ങൾ തേടേണ്ട, സ്വോത്ര കാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തേണ്ട. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവറി മലയിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, വായി കൊണ്ട് ഏറ്റുപറയും, അവന്റെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമെന്ന് ഇന്ന് രാത്രി ആര് കരമുയർത്തും? നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂണായി മാറ്റാൻ എൻ്റെ യേശു വരാറായി.